വിൽ സ്റ്റാർട്ട് വിത്ത് ബഡ്ജറ്റ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. സർവേ ഹൈലൈറ്റ്സിൽ കുറച്ച് കാര്യങ്ങളും ബഡ്ജറ്റ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ സർവേന്റെ നോട്ട്സ് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് തരും. ഇന്ന് ഞാൻ സർവേന്റെ അതിൽ അത്യാവശ്യമുള്ള ഒരു 5-6 ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും നിങ്ങൾ കുറച്ചുകൂടെ ഫാമിലിയർ ആയിട്ടുള്ളതും. അത് കഴിഞ്ഞിട്ട് ഈ പല പല സെക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഓരോ സെക്ടേഴ്സിലും എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഉള്ള ഫുൾ സെറ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ബഡ്ജറ്റിന്റെ നോട്ട് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോ ഇങ്ങനെ തരും. എന്റെ സർവേയുടെ ഒരു ഫുൾ സെറ്റ് നോട്ട് ഞാൻ തരാം. നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്കിന് ഒരു നോട്ട് കൂടെ തരാം. ഇത് മാത്രമല്ല, കാരണം ഇതിന്റെ മെയിൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതിനും കൂടെ യൂസ് ചെയ്യാൻ കണക്കിന് ഒരു നോട്ട് തരാം കേട്ടോ സർവേയുടെ. ഓക്കെ, രണ്ടും ഞാൻ ഇന്ന് തന്നെ അയച്ചേക്കാം ഗ്രൂപ്പിലല്ല, സാറിന് അയച്ചു കൊടുക്കാം, സാർ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, സോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് വിത്ത് ദ ബഡ്ജറ്റ്. ഓക്കെ, കാരണം കുറച്ച് ഡ്രൈ ആണ്, അപ്പൊ മൊത്തം ഇങ്ങനെ കഥ പറയുന്ന പോലെ ആയിപ്പോവും സർവേ. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെഷൻസ് മാത്രമേ ഞാൻ സർവേയിൽ എടുത്തിട്ടുള്ളൂ. ഓക്കെ, കാരണം ഈ പറയുന്ന പോലെ എന്താ, ബഡ്ജറ്റും കേട്ടിട്ട് സർവേ കേൾക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇതുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ബഡ്ജറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പബ്ലിക് ഫിനാൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് ബഡ്ജറ്റിന്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? 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 വേഗം വേഗം പറ, സമയം കളയാനില്ല നമുക്ക്. ഹന്ന, ഹന്നേനെ കണ്ടിട്ട് കൊറേ നാളായതുപോലെ. ഹന്ന ഈ ക്ലാസ്സിൽ കയറാറുണ്ട് അതോ കുറെ നാൾക്ക് ശേഷം ഇന്നാണോ കയറുന്നത്? ഓക്കെ, സോ ബഡ്ജറ്റ് ബേസിക്സ്. ഓക്കെ, ബഡ്ജറ്റ് ബേസിക്സിൽ നമുക്ക് പറയാനുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ആർട്ടിക്കിൾ 112 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇറ്റ്സ് ആൻ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ നമുക്കറിയാം, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. സോ ഫോർ ദ പെർട്ടിക്കുലർ ഇയർ ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മൾ എടുക്കുക. സോ ബഡ്ജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഇൻ ദ ഫിനാൻസ് മിനിസ്ട്രി ആണ് ദ നോഡൽ ബോഡി ഫോർ റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ബഡ്ജറ്റ്. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അങ്ങനെ പഠിച്ചു വെക്കുക. ആൻഡ് ദ സ്റ്റേജസ് ഓഫ് ഇനാക്ട്മെന്റ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ബഡ്ജറ്റ് 6 സ്റ്റേജസിൽ കൂടെയാണ് പാസ് ഓൺ ചെയ്യുന്നത്. ഒന്ന്, ബഡ്ജറ്റിന്റെ പ്രസന്റേഷൻ ഓഫ് ദ ബഡ്ജറ്റ്. 2, അതിന്റെ ജനറൽ ഡിസ്കഷൻ. 3, ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റീസ് അതിനെ സ്ക്രൂട്ടണി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഗ്രാന്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള വോട്ടിംഗ് നടക്കും. പിന്നെ ഒരു അപ്രോപ്രിയേഷൻ ബില്ല് പാസ് ചെയ്യും. ഫൈനലി ഫിനാൻസ് ബില്ല് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. സോ ബഡ്ജറ്റിന്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നു, 2 ഹൗസസിലും അതിന്റെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു, പിന്നെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടക്കുന്നു ഗ്രാന്റുകൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി. ഫൈനലി എന്ത് ചെയ്യുന്നു, ഫിനാൻസ് ബില്ല് പാസ് ചെയ്യുന്നു. സോ പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിൽ ഉള്ള ബഡ്ജറ്റിന്റെ പറയുകയാണെങ്കിൽ 7th April 1860 ജെയിംസ് വിൽസൺ ആണ് ആദ്യമായിട്ട് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിനാൻസ് മെമ്പർ ആയിട്ടുള്ള ജെയിംസ് വിൽസൺ ആണ് ബഡ്ജറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രസന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 47-48 നമ്മള് പഠിച്ചില്ലേ, 46 ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്തു എന്നൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ പ്ലാനിങ് പഠിച്ച സമയത്ത്. റിമെമ്പർ 1946 ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്തു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒരു ഹൈ ലെവൽ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് വേണം എന്നൊക്കെ പറഞ്ഞത് അവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? സോ ആ സമയത്ത് ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പ്ലാനിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്ലാനിംഗ് എടുത്തൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. സോ ആ സമയത്ത്
ലിഖ്വാത്ത് അലി ഖാൻ ആണ് ആ ടൈമില് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻസിന് ശേഷം 26 നവംബർ 1947 ഷൺമുഖം ചെട്ടി എന്ന് പറഞ്ഞിട്ട് ഷൺമുഖം ചെട്ടിയാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ബഡ്ജറ്റിന് ബേസിക്കലി രണ്ട് പാർട്സ് ആണ് ഉള്ളത്. പാർട്ട് എ എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക് പാർട്ട്. അതിനകത്താണ് സ്കീമുകളെ കുറിച്ച് പറയുന്നത്, ഓരോ സെക്ടേഴ്സിന്റെ പ്രയോറിറ്റീസ്, ഏതൊക്കെ സെക്ടേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം, ഏതൊക്കെ സെക്ടേഴ്സിന് പ്രയോറിറ്റി കൊടുത്തോണ്ടാണ് വന്നത്, സോ ഹൗ ഇസ് ദ റിസോഴ്സ് അലോക്കേഷൻ ഫോർ ഈച്ച് സെക്ടേഴ്സ് എന്നുള്ള കാര്യമൊക്കെ വരുന്നത് പാർട്ട് എ ഓഫ് ദ ബഡ്ജറ്റിലും. പാർട്ട് ബി ഇസ് ദ ഫിനാൻസ് ബിൽ. ഫിനാൻസ് ബില്ലിലാണ് നമ്മുടെ ടാക്സേഷന്റെ പ്രപ്പോസൽസും ഇൻകം ടാക്സ് റിവിഷൻസും ഇൻഡയറക്ട് ടാക്സ് ചേഞ്ചസും എല്ലാം വരുന്നത് പാർട്ട് ബിയിലാണ്. ഓക്കെ. ഓക്കെ, ഇതും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പബ്ലിക് ഫിനാൻസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ബഡ്ജറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആനുവൽ, നമ്മുടെ ബഡ്ജറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഗ്രാൻസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ട്. സോ അത് ആർട്ടിക്കിൾ 113 അണ്ടറിലാണ് വരുന്നത്. നമ്മുടെ ഫിനാൻസ് ബിൽ ആർട്ടിക്കിൾ 110, അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ FRBM ആക്ട് 2003 പ്രകാരം ഉള്ള നമ്മുടെ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റും മീഡിയം ടേം ഫിസിക്കൽ പോളിസി കം സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു റിമെമ്പർ. സോ അങ്ങനെയുള്ള ബഡ്ജറ്റ് ഡോക്യുമെന്റ്സും പിന്നെ ബാക്കിയുള്ള എക്സ്പ്ലനേറ്ററി ഡോക്യുമെന്റ്സും, ഇതാണ് മേജർ ആയിട്ട് വരുന്ന ബഡ്ജറ്റ് ഡോക്യുമെന്റ്സ്. സോ ഇതൊക്കെ ഓർത്തിരിക്കാൻ. ബാക്കിയുള്ള എക്സ്പ്ലനേറ്ററി ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് വരും, റെസീപ്റ്റ് ബഡ്ജറ്റ് വരും, എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ ഉണ്ടാവും, ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് ഉണ്ടാവും, പിന്നെ ഫിനാൻസ് ബില്ലിന് വേണ്ടിയിട്ടുള്ള മെമ്മറാണ്ടോ ഉണ്ടാവും, ഔട്ട്പുട്ട് ഔട്ട്കം ഒരു മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് ഉണ്ടാവും, പിന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് ദ ബഡ്ജറ്റ് ഉണ്ടാവും. നമുക്ക് ബഡ്ജറ്റ് മൊത്തത്തിൽ എടുത്തു വെച്ച് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വി ഓൺലി ഗോ ത്രൂ ദ കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കീ ഹൈലൈറ്റ്സ് ഓഫ് ദ ബഡ്ജറ്റ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിന്റെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം റിപ്പോർട്ടൊക്കെ. ബട്ട് നമുക്ക് തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ്. ഓക്കെ. സോ ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ തീം എന്ന് പറയുന്നത് വികസിത് ഭാരത് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ദ ഫ്യൂവൽ ഫോർ വികസിത് ഭാരത് ലൈക്ക് റീഫോംസ് ആണ് ഫ്യൂവൽ ആയിട്ട് എടുക്കുന്നത്. സെക്ടറൽ റീഫോംസ് എല്ലാ സെക്ഷൻസിനെയും ഇൻക്ലൂസ് ചെയ്യുക. ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഇസ് വികസിത് ഭാരത്. സോ തെലുങ്ക് പോയറ്റ് ആയിട്ടുള്ള അപ്പാവു റാവുവിന്റെ അദ്ദേഹത്തിന്റെ പോയറ്റിന്റെ ഒരു ഇതെടുത്തിട്ടാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് തുടങ്ങിയത് എന്നൊക്കെ നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും. സോ അവര് അതേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് സോയിൽ, ഇറ്റ്സ് കൺട്രി ഈസ് ഇറ്റ്സ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇത്തവണത്തെ ബഡ്ജറ്റ്. ഓക്കെ. സോ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻജിൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ദേ ഹാവ് സെറ്റ് 4 എൻജിൻസ്. ഈ 4 സെക്ടേഴ്സ് ആണ് ബഡ്ജറ്റിലെ 4 എൻജിൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് കൺസിഡേഴ്സ് റിഫോം ആസ് ദ ഫ്യൂവൽ. ഓക്കെ. സോ അത് ടാക്സ് റീഫോംസ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് റീഫോംസ് ഉണ്ട്, ഡയറക്ട് ടാക്സ് റീഫോംസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് റീഫോംസ് ഉണ്ട്. അങ്ങനെ റീഫോംസ് ആസ് കൺസിഡർഡ് ആസ് ഫ്യൂവൽസ്. ആൻഡ് ദീസ് ആർ ദ 4 എൻജിൻസ് ഓഫ് ഗ്രോത്ത് ഇൻ 2025-26 ബഡ്ജറ്റിന്റെ തീം ഇസ് വികസിത് ഭാരത്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള 4 ഗ്രോത്ത് എൻജിൻസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ട്. മറക്കരുത്. ഓക്കെ. ഇതൊന്നും ഓർത്തിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ പറയാൻ പറ്റില്ല നമ്മുടെ ഇതായതുകൊണ്ട്. പക്ഷെ ഇത് ഓർക്കുക. 4 സെക്ടേഴ്സിന്റെ കാര്യം. ഓക്കെ. സോ വികസിത് ഭാരതിന്റെ ആസ്പിറേഷൻസിൽ പറയുന്നത് ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യുക, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ആൻഡ് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ സ്പെൻഡിങ് പവർ അല്ലെങ്കിൽ അവരുടെ പർച്ചേസിങ് പവർ കൂട്ടുക.
പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റുകൾ ഇൻക്രീസ് ചെയ്യുക, ഹൗസ് ഹോൾഡ് സെന്റിമെന്റ്സ് അപ്ലിഫ്റ്റ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വികസിത് ഭാരത് അല്ലെങ്കിൽ നമ്മുടെ 25 ബഡ്ജറ്റിന്റെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത്. കറണ്ട് ബഡ്ജറ്റ് ഡേറ്റ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, നമ്മള് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സാംസിന് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. 1 രൂപ നമ്മുടെ ബഡ്ജറ്റിലോട്ട് വരികയാണെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നത്? 1 രൂപ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ 1 രൂപ എന്തിലോട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് റുപ്പി കംസ് ഫ്രം ആൻഡ് റുപ്പി ഗോസ് ടു. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ റുപ്പി കംസ് ഫ്രം എന്നില് ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ഥിരം എക്സാംസിന് വരുന്ന ഒരു ഏരിയ ആണിത്. സ്ഥിരം എക്സാമിന് വരും. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് കിട്ടുന്നത്. അല്ലാതെ അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദിക്കുകയും ചെയ്തിരുന്നു, ടാക്സിൽ നിന്നാണോ ഏതെന്നാണ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് വരുന്ന പൈസ എവിടെ നിന്നാണ് എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓക്കെ ഓക്കെ. സോ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത്. അല്ല, അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബോറോയിങ്സ് എന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നതെന്ന്. കിടക്കുന്ന കണ്ടില്ലേ നീരജ? അന്ന് ഞാൻ ഇതാ പറഞ്ഞ, അന്ന് കുറെ പേര് പറഞ്ഞായിരുന്നു ടാക്സിൽ നിന്നാണെന്ന്. ടാക്സിൽ നിന്നുണ്ട്, ടാക്സിൽ നിന്നുള്ള വരുമാനം അറൌണ്ട് 22% ഉണ്ട്. ഡയറക്ട് ടാക്സും ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ 1 രൂപ വരുന്നു. 1 രൂപ ഗവൺമെന്റിന് കിട്ടും. ഇപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്, നോട്ട് ലൈക്ക് മൊത്തത്തിലുള്ള ടാക്സ് അല്ല നമ്മൾ എടുക്കുന്നത്, ഓരോന്നായിട്ട് എടുക്കുക. സോ അത് 1 രൂപ ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏതെന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് ഫ്രം ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് എടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് വരുമാനം അല്ല, ബോറോ ചെയ്യുന്നത്. ഇറ്റ്സ് ഫ്രം ബോറോയിങ്സ് ആണ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വരുന്ന ടാക്സും ഓരോന്നിന്റെയും ഷെയർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം എക്സാംസിന് ചോദ്യം കോർപ്പറേഷൻ ടാക്സ് ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് നിങ്ങൾ PSCന്റെ തന്നെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ? ഒരിടക്കാലത്ത് എല്ലാ പ്രിലിംസ് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് 1 രൂപ ഏറ്റവും കൂടുതൽ വരുന്നത് ബോറോയിങ്സ് ആയതുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കേണ്ടത് ബോറോയിങ്സിനുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ 20% ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റുപ്പി ഗോസ് ടു വരുന്നത്. അതായത് 1 രൂപ കിട്ടുകയാണെങ്കിൽ ആ 1 രൂപ എന്തിലോട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ പോകുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ 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 ഓക്കെ. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 20. ഓക്കെ ഓക്കെ, ശരി 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 ശരി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, താങ്ക് യു ജേക്കബ്. ഞാനതൊന്ന് നോക്കായിരുന്നു മഞ്ജു, ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇത്തവണ മാറിയതാ, സത്യം ഇത്തവണ മാറിയതാ. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര കോമൺ ആയിട്ട് വരുന്നത്. ലൈക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ബോറോയിങ്സ് ആയതുകൊണ്ട് തന്നെ 20% ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിലോട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബട്ട് നൗ ഇറ്റ് ഇസ് ലൈക്ക് പുതിയ ചേഞ്ചസ് വന്നതുകൊണ്ട്, ബഡ്ജറ്ററി ചേഞ്ചസ് വന്നതുകൊണ്ട്, സ്റ്റേറ്റ് ഷെയർസ് ഒക്കെ കൂടിയപ്പോ ഇറ്റ് ചേഞ്ച് ടു സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് 22%. നോർമലി ഇറ്റ് ഇസ് ലൈക്ക് 20%. താങ്ക് യു, ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചേ ഇല്ല. ഓക്കെ,
ഏറ്റവും കൂടുതൽ യെസ്, വേൾഡ് ബാങ്ക്. അത് ജേക്കബ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചതാ മഞ്ജു, അത് എന്താന്ന് ഞാൻ നോക്കിയത്, വേറൊന്നും കൊണ്ടല്ല. ഓക്കെ ഓക്കെ. സോ ഈ ഒരു പെർസെന്റേജ് ഓർത്തിരിക്കുക. സ്ഥിരം എക്സാംസിന്, മെജോറിറ്റി എക്സാംസിന് ചോദിക്കുന്ന, പണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരുന്നു ബോറോയിങ്സ്, അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്തവണ സ്റ്റേറ്റ് ഷെയർ ആണ് കൂടുതൽ കേട്ടോ. സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസിലോട്ടാണ് കൂടുതൽ പോകുന്നത്. സോ ഇത് ഓർത്തിരിക്കുക, ഒരു 4 ഓർത്തിരിക്കാം. ഇൻകം ടാക്സിന്റെ ഓർത്തിരിക്കുക, ബോറോയിങ്സിന്റെ ഓർത്തിരിക്കുക, GSTന്റെ എത്രയാണെന്ന് ഓർത്തിരിക്കുക, കോർപ്പറേഷൻ ടാക്സ് ഒരു 4 ഓർത്തിരിക്കുക. സെയിം ₹1 പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് നൗ ഇറ്റ് ഇസ് ലൈക്ക് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. പിന്നെ ഡിഫൻസ്, ഏതൊക്കെ സെക്ടേഴ്സിലായിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഡിഫൻസ്, ഫിനാൻസ് കമ്മീഷൻ, സ്പോൺസേർഡ്, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, മറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്. സോ ഇതൊക്കെ എത്ര പെർസെന്റേജ് ആണ് ഓരോന്നിലോട്ടും പോകുന്നത് എന്നുള്ളത്. സെൻട്രൽ സെക്ടർ സ്കീം ിലോട്ട് എത്രയാണ് പോകുന്നത്, സെൻട്രൽ സ്പോൺസർ ചെയ്യുന്ന സ്കീംസിൽ എത്രയാണ് പോകുന്നത്. സോ ഈ പെർസെന്റേജസ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്ഥിരം എക്സാംസിന് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഐദർ ഇവിടെ നിന്ന് ചോദ്യം വരാം, റുപ്പി ഗോസ് ടു എന്ന് ചോദ്യം വരാം, അല്ലെങ്കിൽ റുപ്പി കംസ് ഫ്രം എന്ന് ചോദ്യം വരാം. ഓക്കെ. കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കോർപ്പറേറ്റ്സ് ചാർജ് ചെയ്യുന്ന ടാക്സ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ടാക്സ് ഒക്കെ പഠിപ്പിച്ചാണല്ലോ നിഖാൽ. കമ്പനി ടാക്സ് ആണ് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ക്ലാസ് കേട്ടില്ലേ? കോർപ്പറേറ്റ്സിന് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനീസിന് ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് നമ്മൾ പറയുമ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയും, ഇവര് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയും. കോർപ്പറേറ്റ്സിന് ചാർജ് ചെയ്യുന്ന ടാക്സ്. ഇപ്പൊ ഇൻഡിവിജ്വൽസിനെ ചാർജ് ചെയ്യുന്ന ടാക്സ് ആവുമ്പോൾ ഇൻഡിവിജ്വലിന്റെ ഇൻകം ടാക്സ് എന്ന് പറയും. കോർപ്പറേറ്റ്സിനെ ചാർജ് ചെയ്യുമ്പോൾ, കമ്പനീസിനെ ചാർജ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് കോർപ്പറേറ്റ് ടാക്സ്. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബഡ്ജറ്റിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടും. ഓക്കെ. Okay, so Finance Minister presented the Union budget with the theme Sabka Vikas, stimulating balanced growth of all regions. So in line with this theme, ഫിനാൻസ് മിനിസ്റ്റർ ഈ പറയുന്ന പോലെ വികസിത് ഭാരത് അല്ലെങ്കിൽ വികസിത് ഭാരത് ആണ് നമ്മുടെ തീം. സബ്കാ വികാസ് എന്ന് പറഞ്ഞ വികസിത് ഭാരത്. സോ വാട്ട് ആർ ദ ബ്രോഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വികസിത് ഭാരത് ചോദിച്ചാൽ, ഒന്ന് സീറോ പോവർട്ടി, 100% good quality school education, access to high quality, affordable, comprehensive healthcare, 100% skilled labor with meaningful employment, 70% women in economic activities, farmers making our country food basket of the world. So ഇത്രയുമാണ് നമ്മുടെ ബ്രോഡ് പ്രിൻസിപ്പിൾസ് ഓഫ് വികസിത് ഭാരത്, നമ്മുടെ ബഡ്ജറ്റ് 2025ന്റെ ബ്രോഡ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഓർത്തിരിക്കാട്ടോ. ഇനി അണ്ടർ ദ കീ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടിയ ടോട്ടൽ റെസീപ്റ്റ്സ് അതർ ദാൻ ബോറോയിങ്സ്. ടോട്ടൽ റെസീപ്റ്റ്സ് അതർ ദാൻ ബോറോയിങ്സ് എന്ന് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 34.96 lakh crore ആൻഡ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇസ് 50.65 lakh crore. അപ്പൊ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ഇത് കണ്ടപ്പോ റെസീപ്റ്റ് 34 കോടി, എക്സ്പെൻഡിച്ചർ 50 കോടി. Yes, there is a deficit, right? So deficit ഉണ്ട്. Total expenditure minus total receipts other than borrowings is എന്താണ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെഫിസിറ്റ്സിന്റെ ഡെഫിനിഷൻസിന്റെ ഒരു സെഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് അതർ ദാൻ ബോറോയിങ്സ്. Other than borrowings. അല്ലെങ്കിൽ ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. എന്താ? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്? സർപ്ലസ് അല്ല, എന്തായാലും ഡെഫിസിറ്റ് ആണ്. എന്ത് ഡെഫിസിറ്റ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ് ഇസ് ഈക്വൽ ടു ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഓർമ്മയുണ്ടോ? So total expenditure is total expenditure minus total receipts other than borrowings ആണ് എന്തെന്ന് പറയുന്നത്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇസ് 4.4% ഓഫ് GDP. ഓർത്തിരിക്കാട്ടോ. പ്രൈമറി ഡെഫിസിറ്റ് എന്താ?
ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഈ ബോറോയിങ്സിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കിട്ടുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ്. ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കും എക്സാമിന് ഇങ്ങനെ തന്നിട്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഇതിനല്ലേ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പബ്ലിക് ഫിനാൻസ് പഠിപ്പിച്ചു തന്നത്. മനസ്സിലായോ? ലാസ്റ്റ് ക്ലാസ്സിൽ കേട്ടിട്ട് ലൈക്ക് റിവൈസ് ചെയ്യാതെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരുന്നോ? എക്കണോമിക്സ് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബഡ്ജറ്റിൽ ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് നിന്നപ്പോ ഇങ്ങനെയായി. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, ഇനി മിണ്ടാതിരിക്കണ്ട. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്നുള്ളത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും അങ്ങനെ ചോദിക്കില്ല, ബട്ട് സ്റ്റിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഓർത്തിരിക്കുക. നമ്മുടെ മാർക്കറ്റ് ബോറോയിങ്സ്, അതർ ദാൻ ബോറോയിങ്സ് ഓൾസോ, നമ്മുടെ മാർക്കറ്റ് ബോറോയിങ്സ് എത്രയോ നമ്മൾ ബോറോ ചെയ്തേക്കുന്നത് ലൈക്ക് 14.82 lakh crore ആണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലൈക്ക് 11.21 lakh crore ആണ്. GDPന്റെ 3.1% GDP ആണ് എസ്റ്റിമേഷൻ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. ഒന്നുമില്ല, ഫിഗേഴ്സ് പഠിക്കുക, അത്രേ ഉള്ളൂ. ഇത് ബഡ്ജറ്റ് ഒക്കെ നമ്മളിങ്ങനെ അറിഞ്ഞു വെക്കുക, കാര്യം മനസ്സിലാക്കി വെക്കുക, അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എഴുതാൻ അറിയുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമുക്ക് റവന്യൂ റെസീപ്റ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസീപ്റ്റ്സും എക്സ്പെൻഡിച്ചറും ഒക്കെ പഠിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ, ഇല്ലേ? സോ അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രീവിയസ് ഇയറിന്റെ ആക്ച്വൽസ് ഉണ്ടാവും, കറണ്ട് ഇയറിന്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും റിവൈസ്ഡ് എസ്റ്റിമേറ്റും ഉണ്ടാവും, ഇനി വരാൻ പോകുന്ന വർഷത്തിന്റെ ബഡ്ജറ്റ് എസ്റ്റിമേഷനും ഉണ്ടാവും എന്ന് ഓർമ്മയുണ്ടോ? ബഡ്ജറ്റിനകത്ത് എന്തൊക്കെ വരും? ആക്ച്വൽസ് ഓഫ് ദ പ്രീവിയസ് ഇയർ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദ കറണ്ട് ഇയർ ആൻഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദി അപ്കമിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത ആരും? ഓർമ്മയുണ്ടോ ഇല്ലേ? ഇനി പേരെടുത്ത് ചോദിക്കണോ? ഇന്നും കൂടെ ഉള്ളൂ നമ്മുടെ ക്ലാസ്, ഇന്നും കൂടെ മിണ്ടിയാ മതി. അമർ, അഞ്ജലി, ആർദ്ര, ഡിജിത്, ഇർഫാൻ, ജിഷ്ണു, ജിതിൻ, ലക്ഷ്മി, മഞ്ജു, നീരജ, നിഖാൽ, എല്ലാരും പേര് വിളിച്ചില്ലേ? ജേക്കപ്പ് പോയോ? ഇല്ല, ഓർമ്മയില്ല. വളരെ നല്ല കാര്യം, വെരി ഗുഡ്, ഇറ്റ്സ് ഫൈൻ. പക്ഷെ കുഴപ്പമില്ല. പബ്ലിക് ഫിനാൻസ് എടുത്തിട്ട് ഞാൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ പഠിപ്പിച്ചില്ലേ, അതിനകത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്, പോയി നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ആക്ച്വൽസ് ഓഫ് ദ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയറിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സും അപ്കമിങ് ഫിനാൻഷ്യൽ ഇയറിന്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും ആയിരിക്കും എപ്പോഴും ബഡ്ജറ്റിൽ വരിക. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ റവന്യൂ റെസീപ്റ്റ്സ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാണ്, ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്. ഓക്കെ, അത് നമ്മുടെ ഇപ്പോഴത്തെ അപ്കമിങ് ഫിനാൻഷ്യൽ ഇയറിന്റെ എത്രയാണ്. സോ ഇവിടെ നിങ്ങൾ കണ്ടോ, നമ്മുടെ റവന്യൂ റെസീപ്റ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്തത് 31 കോടി കിട്ടുമെന്നായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാ? 30.9 ശരിക്കും പറഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടിയത്, ഇയർ എൻഡ് ആവാറായപ്പോൾ. അതുപോലെ തന്നെ ചെറിയ ഡിഫറൻസ് എല്ലാത്തിലും ഉണ്ട്. ക്യാപിറ്റൽ റെസീപ്റ്റ്സും നമ്മൾ വിചാരിച്ചതിന്റെ അത്രയും കിട്ടിയിട്ടില്ല, കുറച്ച് കുറവാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എക്സ്പെൻഡിച്ചർ, പിന്നെ എക്സ്പെൻഡിച്ചറിലോട്ട് വരുമ്പോഴും വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് എക്സ്പെൻഡിച്ചർ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലോട്ട് വരുന്ന സമയത്ത് ദർ ഇസ് എ സ്മോൾ ഡിഫറൻസ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാട്ടി നമ്മുടെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഹൈ ആണ്. നമുക്ക് ഈ വർഷം എൻഡിൽ നോക്കാം, നിങ്ങൾ അടുത്ത ബഡ്ജറ്റ് അറിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അതെപ്പോഴും അങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് അറിയോ, ഈക്വൽ തന്നെ ആയിരിക്കും മെജോറിറ്റി ടൈം. കാരണം നമ്മൾ എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ബേസിസിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാനാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സർക്കാരിന്റെ ഡേ ടു ഡേ ബേസിസിലുള്ള എക്സ്പെൻഡിച്ചർ, അതായത് മിനിസ്ട്രിയുടെ എക്സ്പെൻഡിച്ചേഴ്സും നമ്മളെ പോലുള്ള ആൾക്കാരുടെ, പിന്നെ ഡിഫൻസ്, അങ്ങനെ എല്ലാത്തിന്റെയും. ഓർമ്മയുണ്ടോ?
ഈ കോൺസെപ്റ്റുകളൊക്കെ ഓർത്തിരിക്കുക. കോൺസെപ്റ്റ് അറിയാമെങ്കിലേ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മയില്ലാത്തവര് പോയി പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വായിച്ചിട്ട് ഒന്നുകൂടെ അത് ക്ലിയർ ആക്കിയിട്ട് മാത്രം ബഡ്ജറ്റ് എടുത്തു വെച്ച് നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അറിയാത്തതോ മറന്നു പോകുന്നതോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, പക്ഷെ ഇന്ന് പോയിട്ട് ഇത് ചെയ്യാം. അതിൽ കൂടുതൽ സമയം നമുക്കില്ല, കാരണം നമുക്ക് എക്സാംസ് ആവാറായി. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ വായിക്കാൻ നോക്കുക. അത് വായിച്ചിട്ട് പബ്ലിക് ഫിനാൻസ് വായിച്ച് ടാക്സും പബ്ലിക് ഫിനാൻസും വായിച്ചിട്ട് ബഡ്ജറ്റ് നോക്കും. ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ട്രെൻഡ് ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, 15.5%-ല് ഏതൊക്കെയാണ്, ഓരോന്നും എത്രയൊക്കെയാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഓവറോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്രാന്റ് എത്രയാണ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്. സോ അങ്ങനെ ഓരോന്നിന്റെയും ഡിവിഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡെഫിസിറ്റ് ട്രെൻഡ്സ് ആണ്. സോ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 2021-22 ഇറ്റ് ഇസ് ലൈക്ക് 6.1. അത് വെച്ച് നോക്കുമ്പോൾ നൗ ഇറ്റ് ഇസ് ലൈക്ക് 4.4 ആണ് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് 1.5 കുറയണം. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് 0.3 ആവണം. പ്രൈമറി ഡെഫിസിറ്റ് 0.8. ഇതൊക്കെയാണ് നമ്മുടെ ഡെഫിസിറ്റ് ട്രെൻഡ് ഫോർ ദ ഇയർ 25-26. ഓക്കെ, ഓർത്തിരിക്കുക. ഡെഫിസിറ്റ് ട്രെൻഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അത് പോയി ലാസ്റ്റ് ക്ലാസ്സിലെ നോട്ട്സ് എടുത്ത് വെച്ച് വായിക്കാം. മനസ്സിലായോ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? അപ്പൊ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞൂടെ? ഉം. ഇനി ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറഞ്ഞു. സോ എക്സ്പെൻഡിച്ചറിൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ഇൻ ക്രോസ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ സെഷൻസിലോട്ടാണ് എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ആണ്. സോ ഇതൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിന്റെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ബഡ്ജറ്റ് ഹൈലൈറ്റ്സിന്റെ PDF കിട്ടും. അതുപോലെ തന്നെ പല സിവിൽ സർവീസ് സൈറ്റ്സിനും അവരുടെ ബഡ്ജറ്റ് ഹൈലൈറ്റ്സിന്റെ PDF കിട്ടും ട്ടോ. അതൊന്നും പിന്നെ ഈ പറയുന്ന പോലെ PI പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ബഡ്ജറ്റ് ഹൈലൈറ്റ്സിന്റെ PDF നിന്നുമാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റ് ഹൈലൈറ്റ് ആണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങൾ അത് വായിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇത് വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചേഴ്സ് ഫോർ ഡിഫൻസ് മറക്കല്ലേ. അത് കഴിഞ്ഞിട്ട് റൂറൽ ഡെവലപ്മെന്റിന്, പിന്നെ ഹോം അഫയേഴ്സ്, പിന്നെ അഗ്രികൾച്ചറൽ അലൈഡ് ആക്ടിവിറ്റീസ്. ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഓർഡർ താഴോട്ട് പോകുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് എൻജിൻ ഓഫ് ഡെവലപ്മെന്റ്, നമ്മൾ 4 എൻജിൻസ് ഓഫ് 4 എൻജിൻസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട് വികസിത് ഭാരതിലേക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് 4 എൻജിൻസ് എന്ന് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞത്? ഓർമ്മയുണ്ടോ ഇല്ലേ? സേ യെസ് ഓർ നോ.
ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ ക്ലാസ് എടുത്തിട്ടില്ല എന്നല്ല മഞ്ജു, മഞ്ജു ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ബഡ്ജറ്റ് പറഞ്ഞപ്പോ ബഡ്ജറ്റിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ജു. പബ്ലിക് ഫിനാൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഡെഫിസിറ്റ് എടുത്തിട്ടുണ്ട് പബ്ലിക് ഫിനാൻസ് പഠിപ്പിച്ചപ്പോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലല്ലേ പബ്ലിക് ഫിനാൻസ് പഠിച്ചത്. ഞാൻ അതിനകത്ത് ഡെഫിസിറ്റ്സിന് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു. തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഒരു സെക്കൻഡ്. ഡെഫിസിറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എടുത്ത് നോക്കൂ കേട്ടാ മഞ്ജു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതേ ഉള്ളൂ. പബ്ലിക് ഫിനാൻസ് ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയില്ലേ? എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. ഓക്കെ, അഗ്രികൾച്ചർ MSME. ഓക്കെ, വെരി ഗുഡ്. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പോർട്ട്, വെരി ഗുഡ് അഞ്ജലി, വെരി ഗുഡ് ഇർഫാൻ. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മള് 4 എൻജിൻസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നില്ലേ ആദ്യം? നമ്മളെ വികസിത് ഭാരതിന് വേണ്ടിയിട്ടുള്ള 4 എൻജിൻസ് അതാണ്. അത് ഒന്ന് ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ, അത് കഴിഞ്ഞാൽ MSME, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്ട്, ആൻഡ് വി യൂസ് റീഫോംസ് ആസ് ദ ഫ്യൂവൽ ഇൻ ഓർഡർ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഓഫ് വികസിത് ഭാരത് എന്ന് പറഞ്ഞിട്ടില്ലേ? അതാ പറഞ്ഞ നീരജ. ഓക്കെ, സോ ദ ഫസ്റ്റ് എൻജിൻ ഓഫ് ഡെവലപ്മെന്റ് ഇസ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ആണ് നമ്മുടെ ഫസ്റ്റ് എൻജിൻ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അഗ്രികൾച്ചർ സെക്ടറിൽ വന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അഗ്രികൾച്ചർ സെക്ടറിൽ വന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന, അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, അഗ്രി ഡിസ്ട്രിക്ട്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സർക്കാരിന് ലാസ്റ്റ് ബഡ്ജറ്റില്, അതിന് മുന്നത്തെ ബഡ്ജറ്റിലൊക്കെ. ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യനകത്തുള്ള 112ഓളം വരുന്ന ഡിസ്ട്രിക്റ്റുകളെ, മോസ്റ്റ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള 112ഓളം വരുന്ന ഡിസ്ട്രിക്റ്റുകളില് അവരുടെ ബേസിക് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള ബേസിക് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2018 ശരിക്കും പറഞ്ഞാൽ നീതി യോഗമാണ് ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും അതിൽ തന്നെ വില്ലേജ് പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിലായിട്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് നൗ വി മൂവ് ഓൺ ടു വാട്ട് ദിസ് അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ സക്സസിൽ നിന്ന്. സോ എന്താന്ന് വെച്ചാല് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ 100ഓളം ഡിസ്ട്രിക്റ്റുകൾ, ഈ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ, മോഡറേറ്റ് ക്രോപ്പ് ഇന്റൻസിറ്റി ഉള്ള, ബിലോ ആവറേജ് ക്രെഡിറ്റ് പാരാമീറ്റേഴ്സ് ഉള്ള 100ഓളം ഡിസ്ട്രിക്റ്റുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മെഷേഴ്സ് എടുത്ത് അങ്ങനെ അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാം വഴി അങ്ങനെയുള്ള അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട്സിനെ ഡെവലപ്പ് ചെയ്യുക. 1.7 crore ഫാമേഴ്സിന് ഇതുവഴി ഒരു ബെറ്റർ ഇത് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സ്കീം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്.
and they have a multi-sectoral rural prosperity and resilience program. സ്റ്റേറ്റുകളുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ഇതെല്ലാം അഗ്രികൾച്ചർ സെക്ടറിന്റെ അണ്ടറിൽ തന്നെ വന്നതാണ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കുന്നത് ഏതൊക്കെ സ്കീമുകളാണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ അണ്ടറിൽ വന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മൾട്ടി സെക്ടറൽ റൂറൽ പ്രോസ്പെറിറ്റി ആൻഡ് റിസൈലൻസ് പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ ഈ തന്ന ഒബ്ജക്റ്റീവ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അണ്ടർ ദി എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദിസ് മൾട്ടി സെക്ടറൽ റൂറൽ പ്രോസ്പെറിറ്റി ആൻഡ് റിസൈലൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ എത്ര വില്ലേജസ് ആണ് ഇതിനകത്ത് കവർ ചെയ്തത്, ആരെയാണ് ഫോക്കസ് ചെയ്തത്, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സ്കീം ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അണ്ടർ എംപ്ലോയ്മെന്റ്, അഗ്രികൾച്ചറിലുള്ള അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം വഴി അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് സ്കില്ലിംഗ് കൊണ്ടുവരിക, അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരിക, അതിനകത്ത് ടെക്നോളജി കൊണ്ടുവരിക, റൂറൽ എക്കോണമിയിലോട്ട് കൂടുതലായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ അതുവഴി അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യുക. പിന്നെ എന്താണ്, റൂറൽ ഏരിയാസിൽ ആംപിൾ ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുക. സോ ദാറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരുപാട് പേര് റൂറൽ ഏരിയാസിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു പോകുന്ന ആ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് റൂറൽ ഏരിയാസിൽ തന്നെ ആവശ്യത്തിന് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈഗ്രേഷൻ വിൽ ബിക്കം ആൻ ഓപ്ഷൻ, നോട്ട് എ നെസസിറ്റി. സോ അതിന്റെ ഭാഗമായിട്ട് ഫേസ് 1 100 ഡെവലപ്പിംഗ് അഗ്രി ഡിസ്ട്രിക്റ്റുകൾ കവർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ആൻഡ് ഫോക്കസ് എന്ന് പറയുന്നത് റൂറൽ വിമൻ, യങ് ഫാമേഴ്സ്, റൂറൽ യൂത്ത്, മാർജിനൽ ആൻഡ് സ്മോൾ ഫാമേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ഫാമിലി. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓരോ പോയിന്റും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓക്കെ. ഇനി ആത്മനിർഭർ ഭാരത ഇൻ പൾസസിന് വേണ്ടിയിട്ട് ആത്മനിർഭർ ഭാരത എന്ന് പറഞ്ഞിട്ട് ഒരു മിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 6 വർഷമാണ് കേട്ടോ അതിന്റെ ടെന്യൂർ. ഇതൊക്കെ ഓർത്തിരിക്കണേ. ഏതൊക്കെ പൾസസിലാണ് ഫോക്കസ് ചെയ്തത്? തൂർ ദാൽ, ഉറൂദ് ദാൽ, മസൂർ ദാൽ, 3 പൾസസിലാണ് അവർ ഫോക്കസ് ചെയ്തത്. സോ അടുത്ത 4 വർഷത്തിൽ ഈ ഏജൻസിയുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അൺലിമിറ്റഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ദീസ് 3 പൾസസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി ഏതൊക്കെ പൾസസ് ആണെന്ന് ഓർത്തിരിക്കുക, എത്ര വർഷമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ടെന്യൂർ ഫോർ ദിസ് മിഷൻ. പിന്നെ കോട്ടൺ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കോട്ടൺ ഫാമിങ്ങിന്റെ പ്രൊഡക്ടിവിറ്റി, അതിന്റെ സസ്റ്റൈനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഷൻ കോൾ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവന്നത്. 5 ഇയർ ടെന്യൂറിൽ 5F വിഷൻ ഓഫ് ടെക്സ്റ്റൈൽസ് സെക്ടറുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മിഷൻ കൊണ്ടുവന്നത്. 5F എന്ന് പറഞ്ഞ മിഷനിൽ എന്തൊക്കെ വരും എന്ന് ചോദിച്ചാൽ, ഫാം ടു ഫൈബർ, ഫൈബർ ടു ഫാക്ടറി, ഫാക്ടറി ടു ഫാഷൻ, ഫാഷൻ ടു ഫോറിൻ. ഓക്കെ, സോ ദിസ് വിൽ നമ്മുടെ ഗുഡ് ക്വാളിറ്റി കോട്ടൺ റെജുവിനേറ്റ് ചെയ്ത് നമ്മുടെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ സെക്ടറിനെ ബെറ്റർ അപ്പ് ചെയ്യുക. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമില്ലേ, പ്ലാനിങ്ങിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. സോ അതുപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രഡീഷണൽ സെക്ടേഴ്സിനെ റെജുവിനേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് കോട്ടൺ ടെക്സ്റ്റൈൽസിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. കോട്ടൺ ടെക്സ്റ്റൈൽസ് ഒക്കെ പണ്ട് മുതലേ നമുക്ക് വളരെ പ്രോമിനന്റ് ആണ്. നമുക്ക് വളരെ ട്രഡീഷണലി പ്ലാനിങ്ങിന് മുന്നേ തന്നെ നമ്മുടെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് ഭയങ്കര പ്രോമിനൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു പ്ലാനിങ് സമയത്ത്. ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചപ്പോ ഓർമ്മയുണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ, എവറിത്തിങ് ഹാസ് എ കണക്ഷൻ. സോ കണക്ട് ചെയ്യുക. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. ഓക്കെ, സോ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എപ്പോഴും പറയുക. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാലും സോ ഫിഷറീസിന് വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ,
ഈ പറയുന്ന പോലെ മെറൈൻ സെക്ടറിന്റെ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലും ലക്ഷദ്വീപ് ഐലൻഡ്സിലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്കണോമിക് സോൺസ് കൊണ്ടുവരിക ആൻഡ് ദെയർ ബൈ സസ്റ്റൈനബിളി ഹാർനസിംഗ് ദ ഫിഷറി സെക്ടർ. സോ ഈ മെറൈൻ സെക്ടറിലുള്ള പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ആൻഡ് ഫിഷ് പ്രൊഡക്ഷൻ ആൻഡ് aquaculture, India is the second largest. So seafood exports are valued around 60,000 crores. So ആ പൊട്ടൻഷ്യൽ കൂടുതൽ അൺലോക്ക് ചെയ്യുക, ഇൻ ടു ദ അൺടാപ്ഡ് പൊട്ടൻഷ്യൽസ് ആ ഒരു സെക്ടറിലുള്ളത് അൺലോക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ സെക്ടറിലുള്ള 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അഗ്രികൾച്ചർ സെക്ടർ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒന്ന് ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, പിന്നെ 2 എന്ന് പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് കൊടുക്കുക കേട്ടോ. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസിന്റെ കാര്യം ഞാൻ അതിനകത്ത് പറഞ്ഞത്, ഷോർട്ട് ടേം ലോൺസ് കൊടുക്കുക ഫാമേഴ്സിനും ഫിഷർമാനും ഒക്കെ. എൻഹാൻസ്ഡ് ലോൺ ഓഫ് 5 ലക്ഷം രൂപ വരെയുള്ള എൻഹാൻസ്ഡ് ലോൺ കൊടുക്കുക. പിന്നെ ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് പ്രൊവൈഡ് ചെയ്യുക. കോട്ടൺ പ്രൊഡക്ടിവിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് ഈ മക്കാന എന്ന് പറഞ്ഞിട്ട് യു നോ ദാറ്റ് മക്കാന ബോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഈ ഫാമേഴ്സിന്റെ കളക്റ്റീവ് ഓർഗനൈസേഷൻ ആണ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. സോ അത് മക്കാന ബോർഡ് സ്റ്റാർട്ട് ചെയ്തത് ബീഹാറിലാണ്. അതിന്റെ ഈ മക്കാനയുടെ പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും വാല്യൂ അഡീഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കാന എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡ്സ്. ആൻഡ് നമ്മുടെ സെക്കൻഡ് എഞ്ചിൻ ഇസ് MSME. സോ മൈക്രോ സ്മോൾ സ്കെയിൽ മീഡിയം എന്റർപ്രൈസ് ആണ്. സോ MSMEക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ വന്നത് MSMEക്ക് വേണ്ടിയിട്ട്? മൈക്രോ എന്റർപ്രൈസുകൾക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ, കസ്റ്റമൈസ്ഡ് ക്രെഡിറ്റ് കാർഡ്സ് വിത്ത് 5 lakh ലിമിറ്റ് ഫോർ മൈക്രോ എന്റർപ്രൈസസ്. ഉദയം പോർട്ടൽ ഉദയം എന്ന് പറഞ്ഞിട്ടുള്ള ഓൺടർപ്രണറൽ മൈക്രോ എന്റർപ്രൈസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൈക്രോ എന്റർപ്രൈസുകൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കുക. 5 ലക്ഷം രൂപ വരെ ലിമിറ്റ്. ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ വർഷം 10 ലക്ഷം അങ്ങനെയുള്ള കാർഡ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഫസ്റ്റ് ഓൺടർപ്യൂണേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ 5 ലക്ഷം 5 lakh ഫസ്റ്റ് ടൈം ഓൺടർപ്യൂണേഴ്സ്, വിമൻ, ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ളവർക്ക് ഒരു ന്യൂ സ്കീം ലോഞ്ച് ചെയ്തു. 2 കോടി വരെ ടേം ലോൺസ് കൊടുക്കാനായിട്ട് അടുത്ത 5 വർഷത്തേക്ക്. ഇനി നാച്ചുറൽ മാനുഫാക്ചറിങ് മിഷന്റെ ഭാഗമായിട്ട് ഈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറച്ചും കൂടെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈസിലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്. ഫ്യൂച്ചർ റെഡി വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു ജോലി വരുമ്പോഴേക്കും ദേ ഷുഡ് ബി റെഡി ടു, അല്ലെങ്കിൽ ദേ ഷുഡ് ബി എക്യുപ്ഡ്. പിന്നെ MSME സെക്ടറിനെ ഡെവലപ്പ് ചെയ്യുക, ടെക്നോളജി, ക്വാളിറ്റി പ്രോഡക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക നാഷണൽ മാനുഫാക്ചറിങ് മിഷന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ലേബർ ഇന്റൻസീവ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് കൊണ്ടുവരിക. ഫുഡ് വെയർ, ലെതർ സെക്ടേഴ്സിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും അവരുടെ കാര്യങ്ങളും, ടോയ് സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് ഒക്കെ കൊണ്ടുവരിക, സസ്റ്റൈനബിൾ ടോയ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി, ഫുഡ് പ്രോസസിങ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള എൻഹാൻസ്ഡ് ഇൻകം, അവരുടെ സ്കില്ലിംഗ്, ഓൺടർപ്രണർഷിപ്പ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അതുവഴി പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ലേബർ ഇന്റൻസീവ് സെക്ടേഴ്സിന് എന്തൊക്കെ കൊണ്ടുവരുന്നു, മാനുഫാക്ചറിങ് മിഷൻ എന്തൊക്കെ കൊണ്ടുവരുന്നു, ഫസ്റ്റ് ടൈം ഓൺടർപ്രണേഴ്സിന് എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയുടെ ലിമിറ്റ് എത്രയാണ് MSMEസിൻ്റെത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം
ഇവരുടെ ക്രെഡിറ്റ് അവൈലബിലിറ്റിന്റെ എൻഹാൻസ്മെന്റ് ആണ്. ഇവർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന ലോൺസ് വിത്ത് ഗ്യാരണ്ടി കവറോട് കൂടി ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ടോയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്സ്. ഇപ്പൊ ഈ വുഡൻ ടോയ്സ്, ഇതിന്റെ ക്രോഷേ ടോയ്സ് ഒക്കെ ഇല്ലേ, ലാസ്റ്റിക്സ് അല്ലാതെ വരുന്ന വുഡൻ ടോയ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ബാംബു, വുഡനി, കോട്ടൺ അങ്ങനെയൊക്കെ ഉള്ള ടോയ്സ്, മറ്റേ ക്രോഷേ കൊണ്ടുണ്ടാക്കുന്ന ടോയ്സ്, അങ്ങനെയൊക്കെ ഉള്ള സാധനം. ഓക്കെ. പിന്നെ ഈ MSMEസിന്റെ ക്രെഡിറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ലോൺ അവൈലബിലിറ്റി വിത്ത് ഗ്യാരണ്ടി കവർ, മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെത് 5 കോടി ആയിരുന്നെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കിട്ടി, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലോൺ, ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ലോൺ വിത്ത് ഗ്യാരണ്ടീഡ് ലോൺ എന്ന് പറയുന്നത് 5 കോടിയിൽ നിന്ന് 10 കോടിയാക്കി. സ്റ്റാർട്ടപ്സിന്റെ 10 കോടിയിൽ നിന്നും 20 കോടിയാക്കി. എക്സ്പോർട്ട്സ് ചെയ്യുന്ന എക്സ്പോർട്ടർ MSMEസിന്റെ ലോൺസ് 20 കോടിയിലോട്ട് ഇൻക്രീസ് ചെയ്തു. പിന്നെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഇപ്പൊ മൈക്രോ എന്റർപ്രൈസുകൾക്ക് ഇത്ര കോടി ഇൻവെസ്റ്റ്മെന്റും ഇത്ര കോടി ടേൺ ഓവറും ഉണ്ടെങ്കിലായിരിക്കും അത് മൈക്രോ എന്റർപ്രൈസ്. സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം, എത്ര ടേൺ ഓവർ വേണം, മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം, എത്ര ടേൺ ഓവർ വേണം എന്നുള്ള ആ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ റിവൈസ് ചെയ്തു. അപ്പോൾ 2.5 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു എന്റർപ്രൈസിനും 5 കോടി 10 കോടി വരെ ടേൺ ഓവറുള്ള എന്റർപ്രൈസിനെയും നമ്മൾ മൈക്രോ എന്റർപ്രൈസിന്റെ കാറ്റഗറിയിൽ തന്നെയാണ് പറയുക. അതുപോലെ തന്നെ 25 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള 100 കോടി വരെ ടേൺ ഓവർ ഉള്ളതിന് സ്മോൾ എന്റർപ്രൈസ് എന്നും, 125 കോടി വരെ, എന്തോരം വ്യത്യാസം നോക്കും, 125 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള 500 കോടി വരെ ടേൺ ഓവർ ഉള്ള എന്റർപ്രൈസുകളെ നമ്മൾ മീഡിയം എന്റർപ്രൈസ് കാറ്റഗറിയിലോ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാല്, സോ ദാറ്റ് ഇവർക്ക് ഈ MSMEന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, നമ്മുടെ തേർഡ് എഞ്ചിൻ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പീപ്പിൾ, എക്കോണമി ആൻഡ് ഇന്നോവേഷൻ ആണ് കേട്ടോ. സോ തേർഡ് എഞ്ചിൻ ഓഫ് ഡെവലപ്മെന്റ്, സോ അംഗനവാടി കൊണ്ടുവരിക, പോഷൻ അഭയാൻ, ഫുഡ് മിഡ് ഡേ മീൽ സ്കീം പോലുള്ള ബേസിക് ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ്, പോഷൻ അഭയാൻ സ്കീമിന്റെ കാര്യം. പിന്നെ IITസിന്റെ എക്സ്പാൻഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ഡേ കെയർ സെന്റേഴ്സ് കൊണ്ടുവരിക ക്യാൻസർ സെന്റേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജ് ബുക്കുകളിൽ ഡിജിറ്റൽ ഫോമിൽ സ്കൂളുകളിലും ഹയർ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്കില്ലിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടിങ്കറിംഗ് ലാബ്സ്, ഗവൺമെന്റ് സ്കൂളുകളിൽ ലാബുകൾ 50,000 ലാബ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ AI വേണ്ടിയിട്ട് ഒരു സെന്റർ ഫോർ എക്സലൻസ് കൊണ്ടുവരിക. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകൾക്കും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അഡീഷണൽ സീറ്റ്സ് കൊണ്ടുവന്നു മെഡിക്കൽ എഡ്യൂക്കേഷനിൽ. സ്വാനിധി സ്കീമിനെ കുറിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ?
സ്വാനിധി സ്കീമിനെ കുറിച്ച് നമ്മൾ സോഷ്യൽ വെൽഫെയർ സ്കീംസ് പഠിച്ച സമയത്ത് പഠിച്ചു ഓർക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, FM-ലൊക്കെ സ്ഥിരം വരാറുള്ള ഒരു സ്കീമിന്റെ പേരാണ് സ്വാനിധി സ്കീം എന്ന്. ഇത് ഓർമ്മയുണ്ടോ? ഓക്കെ, സോ സ്വാനിധി സ്കീമിന്റെ ലോൺസ് എൻഹാൻസ് ചെയ്തു കേട്ടോ. അവരുടെ അത് റീവാമ്പ് ചെയ്തിട്ട് അവരുടെ ലോൺ എമൗണ്ട്സ് കൂട്ടി, അവർക്ക് UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡും കപ്പാസിറ്റി ബിൽഡിംഗ് സപ്പോർട്ട് പോലുള്ള കാര്യങ്ങള്. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു വെൽഫെയർ സ്കീം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ അണ്ടറിൽ. അതെ, സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട്. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുക്കാനായിട്ട് സ്റ്റേറ്റുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് 50 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറൽ ബിൽഡിങ്ങിന് വേണ്ടി. അവർക്ക് അത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം സ്റ്റേറ്റുകൾക്ക്. പിന്നെ ജൽ ജീവൻ മിഷൻ എന്റെ കവറേജ് 100% ആക്കി കൂട്ടുക, ഈ പറയുന്ന പോലെ വാട്ടർ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ പവർ സെക്ടറിന് വേണ്ടിയിട്ട് റീഫോംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊക്കെയുള്ള റീഫോംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അസറ്റ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് 10 കോടി രൂപ പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു. അർബൻ ചാലഞ്ച് ഫണ്ടിന് വേണ്ടിയിട്ട് സിറ്റീസിനെ ഗ്രോത്ത് ഹബാക്കി മാറ്റാനും അവരുടെ ക്രിയേറ്റീവ് റീഡെവലപ്മെന്റ് സിറ്റീസിനെ റീഡെവലപ്പ് ചെയ്യാനും വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് അർബൻ ചാലഞ്ച് ഫണ്ട് പ്രൊവൈഡ് ചെയ്തു 1,00,000 കോടി. നീരജ, പിന്നെ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട്, ഞാൻ ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അങ്ങനെ ഒത്തിരി അതിനകത്തൊന്നും പറയാനില്ലാത്തോണ്ടാട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാനൊന്ന് സ്ട്രെസ് ഡൗൺ ചെയ്യാം. മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 25,000 കോടി രൂപയുടെ കോപ്പസ് എമൗണ്ടോട് കൂടിയിട്ട്. ന്യൂക്ലിയർ എനർജി മിഷൻ കൊണ്ടുവന്നു അറ്റോമിക് എനർജിക്ക് വേണ്ടിയിട്ട്. യുഡാൻ സ്കീമിന്റെ ഭാഗമായിട്ട്, യുഡാൻ സ്കീം ഒക്കെ നമ്മുടെ എയർ പാസഞ്ചേഴ്സ് കണക്ട് ചെയ്തിട്ട് എയർപോർട്ട് കണക്ഷൻ ആണ് വരുന്നത്. സോ കണക്ടിവിറ്റി, എയർപോർട്ട് കണക്ടിവിറ്റി, റീജിയണൽ കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്നതിന്റെ എണ്ണം കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും. ബീഹാറിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പുതിയ എയർപോർട്ടും കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്വെല്ലിംഗ് യൂണിറ്റ്സിന് വേണ്ടിയിട്ട് സ്വാമി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 15,000 crore ബ്ലെൻഡഡ് ഫിനാൻസിന്റെ ഭാഗമായിട്ട് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ്, അല്ലെ വീടുകളും മറ്റു ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൂറിസം ലെഡ് എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഗ്രോത്തിന് വേണ്ടി പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻസ് സെറ്റപ്പ് ചെയ്യുക, ഇ വിസ ഫെസിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവരിക, ഹോം സ്റ്റേസിന് വേണ്ടിയിട്ട് നമ്മൾ മുദ്ര ലോൺസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഹോം സ്റ്റേസിന് മുദ്ര ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, സ്റ്റേറ്റുകളുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് കൊണ്ടുവരിക, ട്രാവൽ കണക്ടിവിറ്റി അതിന്റെ ഈസിനെസ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് ടൂറിസം ഫോർ എംപ്ലോയ്മെന്റ് ലെഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ്. സോ ദേ ഓൾസോ ഇൻവെസ്റ്റഡ് ഇൻ ദ ടൂറിസം സെക്ടർ. ബീഹാരി അവിടുത്തെ ഹാൻഡ്ലൂം എടുത്ത സാരി ആയിരുന്നു. അത് പറയും ചെയ്തല്ലോ ബഡ്ജറ്റ് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങില്.
ഓക്കെ, പിന്നെ റിസർച്ച് ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് വലിയ കാര്യമൊന്നുമില്ല, 10,000 ഫെലോഷിപ്സ് ടെക്നോളജിക്കൽ റിസർച്ചിന് വേണ്ടി കൊണ്ടുവന്നു. ജീൻ ബാങ്കുകൾ, ഈ പറയുന്ന പോലെ ഫ്യൂച്ചർ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ജീൻ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഗ്യാൻ ഭാരതം മിഷൻ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മാനുസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡോക്യുമെന്റേഷനും കൺസർവേഷനും വേണ്ടിയിട്ടാണ് ഗ്യാൻ ഭാരതം മിഷൻ കൊണ്ടുവന്നത്. പിന്നെ ഈ പറയുന്ന പോലെ R&D ആൻഡ് ഇന്നോവേഷന് വേണ്ടിയിട്ട് എന്താണ് റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷന് വേണ്ടിയിട്ട് ഫണ്ടിങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജിയോസ്പേഷ്യൽ മിഷൻ, ഈ പറയുന്ന പോലെ ലാൻഡ് റെക്കോർഡ്, നമ്മള് ഡിജിറ്റൽ സർവേ പരിപാടി, ലാൻഡ് റെക്കോർഡ്സും അർബൻ പ്ലാനിങ്, പിന്നെ ഈ പറയുന്ന പോലെ ഡിസൈൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്, അതിന് വേണ്ടിയിട്ടുള്ള ജിയോസ്പേഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡേറ്റ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ആൻഡ് അവർ ഫോർത്ത് എൻജിൻ ഇസ് എന്താണ്, engine of development and export. So export promotion mission കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. So with sectoral and ministerial targets to facilitate export credit കൊണ്ടുവരിക, ഈ പറയുന്ന പോലെ ക്രോസ് ബോർഡർ ഫാക്ടറിങ് കൊണ്ടുവരിക, നോൺ ടാരിഫ് മെഷേഴ്സ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള ട്രേഡ്, ഈ പല പല നോൺ ടാരിഫ് അല്ലെങ്കിൽ നോൺ ടാക്സ് മെഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, MSMEസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, കൂടുതൽ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ സപ്ലൈ ചെയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരത് ട്രേഡ് നെറ്റ്, ഇത് ഓർത്തിരിക്കുക കേട്ടോ, ഫോർ ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മുടെ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ട്രേഡ് ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടും അതിന്റെ ഫിനാൻഷ്യൽ സൊല്യൂഷന് വേണ്ടിയിട്ടും ഗ്ലോബൽ സപ്ലൈ ചെയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. പിന്നെന്താണ്, ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് കൊണ്ടുവരിക, വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ്, ഇമ്പോർട്ട്സും എക്സ്പോർട്സ് ഒക്കെ വരുമ്പോൾ അതിന് വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. സോ ഇതിനകത്ത് ഈ ഭാരത് ട്രേഡ് നെറ്റ് ഓർത്തിരിക്കുക കേട്ടോ. സോ ഇത്രയുമാണ് നമ്മുടെ ദ 4 എൻജിൻസ് ഓഫ് ഡെവലപ്മെന്റ്. സോ ഇപ്പോൾ 1 hour ആയി. സോ അതുകൊണ്ട് ഒരു 10 minutes ബ്രേക്ക് എടുത്തിട്ട് വാ, നമുക്ക് അടുത്തത് പഠിക്കാം. ഓക്കെ. ഓക്കെ, വെൽക്കം ബാക്ക്. തുടങ്ങാം. ഓക്കെ, സോ നൗ വി മൂവ് ഓൺ ടു റീഫോംസ് ആണ് നമ്മുടെ ഇതിന്റെ ഫ്യൂവൽ ഫോർ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, അതാണ് SHG എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്വയം സഹായ സംഘങ്ങളുണ്ടല്ലോ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സിനും റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ്, പിന്നെ നാഷണൽ ബാങ്കിങ് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് NABFID, ഒരു പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് infrastructure and development.
അതാണ് നാപ്ഫിഡ്. ഓക്കെ, ഒരു പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി, കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റ് ബോണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പാർഷ്യൽ എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ KYC രജിസ്ട്രി ഒക്കെ റീവാമ്പ് ചെയ്തു, നോ യുവർ കസ്റ്റമർ രജിസ്ട്രി. പിന്നെ കമ്പനി മേജേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്, ഇൻഷുറൻസ് സെക്ടറിന്റെ ഒക്കെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് 74% ആയിരുന്നു FDI ലിമിറ്റ്, അത് മാറ്റി 100% ആക്കി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലിമിറ്റ്, FDI ലിമിറ്റിലുണ്ടായ ഇൻക്രീസ് ഇൻഷുറൻസ് സെക്ടറിന്റെ, അത് നേരത്തെ 74% വരെ മാത്രമേ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുകൾ പെർമിറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നൗ ഇറ്റ് ഹാസ് ഇംപ്രൂവ് ടു 100% ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഇൻഷുറൻസ് സെക്ടറിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെന്റിനകത്ത് വന്ന റീഫോം മെഷേഴ്സിന്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഇതും പിന്നെ ടാക്സ് റീഫോംസിന്റെ ഭാഗമായിട്ട് ഡയറക്ട് ടാക്സസിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. പുതിയ ഇൻകം ടാക്സ് ബില്ലൊക്കെ കൊണ്ടുവന്നു. ടാക്സ് ലിമിറ്റ് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിന്നെ റെഗുലേറ്ററി റീഫോംസിന്റെ ഭാഗമായിട്ട് പ്രൊഡക്ടിവിറ്റി, എംപ്ലോയ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്സ് കൊണ്ടുവന്നു. ഒരു ഹൈ ലെവൽ റെഗുലേറ്ററി റീഫോംസും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ റെഗുലേഷൻ, അതിന്റെ സബ്സിഡിയറി ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം കൊണ്ടുവന്നു. ജൻ വിശ്വാസ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പല ലോസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡീക്രിമിനലൈസ് ചെയ്ത് പല ലോസ് ഒക്കെ ഒന്ന് കുറച്ച് ഇത് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് കൂടുതൽ കുറച്ചുകൂടെ പറയുന്ന പോലെ ആ ഒരു ഫിനാൻഷ്യൽ സെക്ടറിലൊക്കെ കുറച്ചുകൂടെ ഈസ് വരാൻ വേണ്ടിയിട്ട് കുറെ ലോസ് ഒക്കെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ജൻവിശ്വാസ് ബില്ല് കഴിഞ്ഞ വർഷമാണ് 2.0 ഉണ്ടായിരുന്നു. ആദ്യത്തെ കഴിഞ്ഞ വർഷം ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻഡയറക്ട് ടാക്സ് പ്രപ്പോസലിന്റെ ഇടയിൽ അകത്ത് കുറെ കസ്റ്റം താരിഫുകളും അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ റാഷണലൈസ് ചെയ്തു. 7ഓളം താരിഫ് റേറ്റുകൾ റിമൂവ് ചെയ്തു. ഒന്നിൽ കൂടുതൽ സെസ്സോ സർചാർജോ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. എഫക്റ്റീവ് ഡ്യൂട്ടി ഇൻസിഡൻസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇക്വലന്റ് സെസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രപ്പോസൽസ് കൊണ്ടുവന്നു. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം, അതായത് മേക്ക് ഇൻ ഇന്ത്യയില് ഈ പറയുന്ന പോലെ TV സെല്ലുകള്, ടെക്സ്റ്റൈൽ ലൂംസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ലിഥിയം ബാറ്ററി, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കുറെ എക്സംഷൻസും ടാക്സ് എക്സംഷൻസും കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ടാക്സ് എക്സംഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ LED TV ലൂംസ്, ടെക്സ്റ്റൈൽ ലൂംസ്, ലിഥിയം ബാറ്ററി, മൊബൈൽസിന്റെ ലിഥിയം ബാറ്ററി, EV ബാറ്ററീസ് ഒക്കെ ടാക്സ് എക്സംഷൻസ് കൊണ്ടുവന്നു. എക്സംഷൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ടാക്സ് എക്സംഷൻസ് ആണ്. ഈ പറയുന്ന പോലെ മറൈൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിപ്പ് ബിൽഡിങ്ങിനും ഷിപ്പ് ബ്രേക്കിങ്ങിനും അതിന്റെ എക്സ്പോർട്ടിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 10 years എക്സംഷൻ കൊണ്ടുവന്നു, ടാക്സ് എക്സംഷൻ കൊണ്ടുവന്നു. ഡ്യൂട്ടി ഫ്രീ ഇൻപുട്ട് ഈ ഒരു സെക്ടറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഫ്രീ ഇൻപുട്ട് ഫോർ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ലെതർ സെക്ടർ കൊണ്ടുവന്നു. ട്രേഡ് ഫെസിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള കുറെ ക്ലിയറൻസും അതിന്റെ ഡ്യൂട്ടി പേയ്മെന്റ് വിത്തൗട്ട് പെനാലിറ്റി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. സോ ഇതിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, എക്സ്പോർട്ട് പ്രൊമോഷന്റെ കാര്യം. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇത് ഇനി ബാക്കിയൊന്നും നിങ്ങൾക്ക് അധികം ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോ ലൈഫ് സേവിങ് മെഡിസിൻസിനൊക്കെ കുറെ ഈ പറയുന്ന പോലെ ടാക്സ് എക്സംഷൻസ് കൊണ്ടുവന്നു. 36ഓളം ലൈഫ് സേവിങ് മെഡിസിൻസിന് ടാക്സ് എക്സംഷൻ കൊണ്ടുവന്നു. 37 മെഡിസിൻസിനും 13 പേഷ്യന്റ് അസിസ്റ്റൻസ് പ്രോഗ്രാമിനും ടാക്സ് എക്സംഷൻ ലിസ്റ്റ് കൊണ്ടുവന്നു. പിന്നെ റെയർ ഡിസീസുകൾക്കും ക്യാൻസറിനും സിവിയർ ക്രോണിക് ഡിസീസസിനും ഒക്കെ ഉള്ള മെഡിസിൻസിനും ഒക്കെ ടാക്സ് എക്സംഷൻസ് കൊണ്ടുവന്നു. ഓർത്തിരിക്കുക.
And moving on to direct tax proposal, direct tax in a personal income tax reforms with special focus on middle class. Tax limit നമുക്കറിയാം കൂട്ടി എന്ന് പറഞ്ഞു, ഇൻകം ടാക്സ് ലിമിറ്റ്. സോ ഇൻകം ടാക്സ് ലിമിറ്റ് കൂട്ടിയപ്പോൾ നേരത്തെ 5 ലക്ഷം ആയിരുന്നു, ഇപ്പൊ 8 ലക്ഷം മുതലാണ് നമ്മൾ ടാക്സ് ചെയ്യുക. ഐ ഗെസ് ടാക്സ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ടാക്സ് എങ്ങനെയാ പോകുന്ന പറഞ്ഞാൽ 5 ലക്ഷം, ഇപ്പം ഒരാൾക്ക് 12 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ അയാളുടെ ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഉണ്ടാവില്ല. 4 മുതൽ 8 ലക്ഷത്തിന് 5% ടാക്സ്, 5 അല്ലാതെ ഈ പറയുന്ന പോലെ എന്താ പറയാ 8 ലക്ഷം വരെ നമുക്ക് ടാക്സ് ചെയ്യില്ല. ഇപ്പൊ ഒരു 8 മുതൽ അങ്ങനെ ഓരോന്നിനും ആയിരിക്കും നമ്മൾ ടാക്സ് ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് 12 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ചെയ്യില്ല. പിന്നെ ഓരോന്നിനും 5 ലക്ഷം, 10 ലക്ഷം, 4 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ അയാൾക്ക് 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അയാളുടെ ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഇല്ല. പിന്നെ 4 മുതൽ 8 ലക്ഷം രൂപ വരെയ്ക്ക് 5% ടാക്സ്. അയാളുടെ 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ളതിന് 10% ടാക്സ്. അതിൽ ഓരോ വരുമാനം കൂടുന്ന അനുസരിച്ചിട്ട് ടാക്സ് ലിമിറ്റ് കൂടിക്കൊണ്ട്. പിന്നെ ഈ സീനിയർ സിറ്റിസൺസിനൊക്കെ ഈ TDS ഉണ്ടല്ലോ, ടാക്സ് ഡിഡക്ഷൻ ലിമിറ്റ് 50 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം ആക്കി. ആൻഡ് ആനുവൽ ലിമിറ്റ് TDSൻ്റെത് 2.40 ലക്ഷമാക്കി. റെന്റ് ഇൻക്രീസ് ചെയ്ത് 6 ലക്ഷം രൂപയായിട്ട് കൂട്ടി. ആനുവൽ ലിമിറ്റ് ഫോർ TDS എന്ന് പറയുന്നത്. വോളണ്ടറി കംപ്ലയൻസിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ 2 വർഷത്തിൽ നിന്നും 4 വർഷമാക്കി റിട്ടേൺസിന്റെ വോളണ്ടറി ടാക്സ് കംപ്ലയൻസിന് വേണ്ടിയിട്ട്. പിന്നെ ടാക്സ് ബേർഡൻ, ടാക്സ് കംപ്ലൈന്റ് ഈ ടാക്സ് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സ് റിപ്പീൽ ചെയ്യുന്നതിന്റെ ആ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ അവരുടെ രജിസ്ട്രേഷൻ പീരീഡ് 5 ലക്ഷത്തിൽ നിന്ന് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായിട്ട് കൂട്ടി. പിന്നെ ടാക്സ് പേയേഴ്സ് ആർ അലൗഡ് ടു ക്ലെയിം ആനുവൽ വാല്യൂ. 2 സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ടാക്സ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ട്രസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ ടാക്സ് ലിമിറ്റ് ബേസിക്കലി നമ്മൾ ടാക്സ് കംപ്ലയൻസ് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നത് കൂട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ ഈസിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഒന്ന് എന്ന് പറയുന്നത് ടാക്സ് കംപ്ലയൻസിന്റെ ടൈം പീരീഡ് കൂട്ടുക. ഇങ്ങനെയുള്ള ട്രസ്റ്റുകളുടെയും ഇങ്ങനെയുള്ള ട്രസ്റ്റുകളുടെ ഇപ്പൊ ഒരു ട്രസ്റ്റ് ഉണ്ടാവും, നേരത്തെ ഒന്നിൽ കൂടുതൽ ട്രസ്റ്റുകൾ കീപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും. സോ ദാറ്റ് അവരുടെ കംപ്ലയൻസും കാര്യങ്ങളും ടാക്സ് കംപ്ലയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഇയർ ഓഫ് രജിസ്ട്രേഷൻ ഒക്കെ 5 വർഷത്തിൽ നിന്ന് 10 വർഷം ആവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, 10 വർഷം കഴിഞ്ഞാൽ അവർക്ക് ഫയൽ ചെയ്താൽ മതിയോ. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ഉള്ളവർക്കല്ല, അത് 1 നിന്നും 2 പ്രോപ്പർട്ടിയിലോട്ട് അത് കൂട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് 2 പ്രോപ്പർട്ടി വരെ ഉള്ളവർക്കും 5 വർഷത്തിൽ നിന്ന് 10 വർഷം ആവുന്നവരെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ദേ ക്യാൻ അതുവരെ അവർക്ക് ഈ പറയുന്ന കംപ്ലയൻസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അത് കഴിഞ്ഞിട്ട് ഫയൽ ചെയ്താൽ മതിയോ, ടാക്സ് ഫയൽ ചെയ്താൽ മതി. ഇൻകം ടാക്സ് കട്ട് കൊണ്ടുവരുന്ന ബേസിക്കലി ടാക്സ് റേറ്റ് കട്ട് ചെയ്യുന്നത് ടാക്സിൽ നിന്നുള്ള വരുമാനം കൂട്ടുക എന്നുള്ള ഒപ്പീനിയനിലാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം എഫക്റ്റീവ് ആവും ചോദിച്ചാൽ, കൂടുതൽ ആൾക്കാർ ടാക്സ് റേറ്റ് കുറച്ചാല് GST കട്ട് ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുമെന്ന് തോന്നുന്നു. GST കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇൻകം ടാക്സ് എന്തിനാ നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ, ആൾക്കാരുടെ ഈ പറയുന്ന പോലെ നമുക്ക് ഡയറക്ട് ടാക്സ് എന്നാണ് നമ്മൾ ഈ ഓവറോൾ വരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജേക്കബ്, നമ്മൾ എടുക്കുമ്പോൾ ഇൻകം ടാക്സ് എന്നുള്ള വരുമാനം ഇസ് ഹയർ. ആൻഡ് ഓഫ് കോഴ്സ് ജേക്കബ് പറഞ്ഞ പോലെ GST ഇത് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. അത് വളരെ നല്ലൊരു ഇതാണ്. ബട്ട് ദേ ഹാവ് സം ക്രൈറ്റീരിയാസ്, റൈറ്റ്? സോ വെൻ ഇറ്റ് കംസ് ടു നമ്മൾ ഒരുക്കുമ്പോൾ 1 രൂപ കിട്ടുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ബോറോയിങ്സ് കഴിഞ്ഞ ഇൻകം ടാക്സ് ആയതുകൊണ്ടും ടാക്സ് ഫയലിംഗ് ഭയങ്കര കുറവാണ്.
GST എന്തായാലും ആൾക്കാർ പേ ചെയ്യും. ഓൺ വൺ എൻഡ് ഓർ അനദർ എൻഡ് ഈ ചോദിച്ചതേ ഉള്ളൂ, ഐ നോ. ആൻഡ് GST എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പൊ ജേക്കബ് ഒരു സാധനം മേടിക്കണം, അതുകൊണ്ട് ഇഫ് യു വാണ്ട് ദാറ്റ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി യു വിൽ ഷ്യോർലി പേ ഫോർ ദാറ്റ്. അതൊരിക്കലും നമുക്ക് മാറ്റി വെക്കില്ല നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് അത് ഹെസിറ്റേറ്റ് ചെയ്യും. പക്ഷെ ഇൻകം ടാക്സ് ആകുമ്പം ആൾക്കാർ എന്താ ചെയ്യുന്നത്, ടാക്സ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള പല പല ശ്രമങ്ങൾ കൂടുതലാണ്. ഡയറക്റ്റ് ടാക്സ് ആവുമ്പോൾ, ഇൻഡയറക്റ്റ് ടാക്സ് ആകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിന് പേ ചെയ്യുകയാണല്ലോ. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സുകളിൽ കട്ട് കൊണ്ടുവരാതെ ഡയറക്റ്റ് ടാക്സ് റേറ്റ്സ് കട്ട് കൊണ്ടുവരും. ഓക്കെ. മറ്റേത് ആൾക്കാർ ടാക്സ് കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യാൻ റെഡി ആവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ്. ഓക്കെ ജേക്കബ്. മറ്റേത് എന്തായാലും നമ്മളൊരു ചോക്ലേറ്റ് മേടിക്കുന്നു, നമ്മൾ ടാക്സ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മളൊരു സാധനം മേടിക്കുന്നു, നമ്മൾ ടാക്സ് കൊടുക്കും. അതിപ്പോ എത്ര ടാക്സ് കൂട്ടിയാലും നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ വിൽ ബൈ, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അതിലൊന്നും ചെയ്യാത്തത്. ഓക്കെ. ഒരു സെക്കൻഡ്. പിന്നെ ഈ ടാക്സ് ചില ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സ്കീംസിന് വേണ്ടിയിട്ട് പല ടാക്സ് ഇതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഷിപ്പിംഗ് കമ്പനീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ടാക്സ് സ്കീമാണ് ടോണേജ് ടാക്സ് സ്കീം എന്ന് പറയുന്നത്. അതിനുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 5 ഇയേഴ്സ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള 5 ഇയേഴ്സ് വരെ സ്റ്റാർട്ടപ്സിന് ടാക്സ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഷിപ്പിംഗ് ലീസിംഗ് യൂണിറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് സച്ച്. ഇതൊന്നും ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമില്ല, ഇത് കുറച്ചധികം കോംപ്ലക്സ് ആണ്. ഇത്രേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് നമുക്ക് വേണ്ട. ഞാൻ കൊടുന്നപ്പോ കൊടുത്തന്നേ ഉള്ളൂ. ഷിപ്പിങ്ങും അതും ഇതൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. ആൻഡ് അതോടുകൂടി നമ്മുടെ ബഡ്ജറ്റിന്റെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ സർവേയിൽ പറയാനായിട്ട്. സർവേ ഇതുപോലെ കുറേ സെക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, സർവേയുടെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ഇരുന്ന് കേട്ട് മടുക്കണ്ട. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആക്ച്വലി 10 ചാപ്റ്റേഴ്സ് ആണ് സർവേയിൽ ഉള്ളത്. അപ്പൊ സർവേ എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങളടുത്ത് ഒന്ന് പറയണം, സംസാരിക്കണം. അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 ചാപ്റ്റേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് വേണ്ട. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ബാക്കി 9 ചാപ്റ്ററിൽ ബാക്കി 3-4 ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ വായിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ കേസ് പോലുള്ള എക്സാംസ് എഴുതുകയാണെങ്കിൽ ഇത് മൊത്തം വായിച്ചിട്ട് പോവാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ എക്സാമിന് കുറച്ചും കൂടെ കുറച്ച് കാര്യങ്ങൾ മതി. ഇപ്പൊ നിങ്ങൾ കേസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് മൊത്തം വായിക്കാം. ഞാൻ നോട്ട്സ് മൊത്തത്തിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ. നമ്മൾ ഏത് എക്സാം ആണോ അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ നോട്ട്സ് തരുമ്പോൾ ഫുള്ളായിട്ട് തരാട്ടോ, അത് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ എന്തായാലും ഫുള്ളായിട്ട് നോട്ട് തരും. ഞാൻ ഇന്ന് തന്നെ അയച്ചുതരാം. ഇന്ന് മീൻസ് ഇന്ന് രാത്രി, അപ്പോഴേ നാളെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. സോ എന്താണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് റിലീസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. നമുക്കറിയാം ബഡ്ജറ്റിന് ഒരു ദിവസം മുന്നേ ആണ് നമുക്ക് സർവേ വരുന്നത്. അപ്പം ബഡ്ജറ്റ് പണ്ട് മാർച്ചിലായിരുന്നു. ഇപ്പൊ ബഡ്ജറ്റ് എന്നാ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്? ഞാൻ ഒരു ചോദിച്ചേ ഇല്ല. എന്താ നമ്മൾ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ഇപ്പൊ?
എന്നാ ഫെബാണെന്ന് എനിക്കും അറിയാം. ഡേറ്റ ചോദിച്ചേ. ഫെബ് ഫസ്റ്റ്. ഓക്കെ. സോ അപ്പം സർവേ എന്നായിരിക്കും? തൊട്ടു മുന്നേ ഉള്ള ദിവസം ജാനുവരി 31 നമ്മൾ സർവേ റിലീസ് ചെയ്യുന്നത്. സർവേ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ജാനുവരി 31 നമ്മൾ സർവേ ചെയ്യുന്നത്. സോ സർവേ പ്രിപ്പയർ ചെയ്യുന്നത് എക്കണോമിക് ഡിവിഷൻ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് അവർ ചീഫ് എക്കണോമിക് അഡ്വൈസർ. ആരാണ് നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ? പറഞ്ഞേ. അറിയില്ല. ഓക്കെ. വേറെ ആർക്കെങ്കിലും അറിയാവോ? അല്ല. നിങ്ങളൊക്കെ ഭയങ്കര നല്ല കുട്ടികളാണ്. ലൈക്ക് കള്ളത്തരൊന്നും ഇല്ലാത്ത. നമ്മളൊക്കെ ചിലപ്പോ നമ്മളിങ്ങനെ ചെയ്യില്ലേ ക്ലാസ്സിലൊക്കെ, ഗൂഗിൾ ചെയ്ത് പറയാത്ത. അത് ഗൂഗിൾ ചെയ്യാൻ വയ്യാത്തോണ്ടാണോ? നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസർ വി അനന്ത നാഗേശ്വരൻ. ഓക്കെ. വി അനന്ത നാഗേശ്വരൻ. എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അനന്ത നാഗേശ്വരൻ. കേട്ടിട്ടുണ്ടോ ഈ പേര്? അനന്ത നാഗേശ്വരൻ എന്നാട്ടോ ഈ കിടക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അതെ. ഇന്ത്യൻ എക്കണോമിക് റിവ്യൂ. ഇന്ത്യൻ എക്കോണമി റിവ്യൂ. അതെ, അദ്ദേഹം തന്നെ. അത് കേട്ടിട്ടുണ്ടല്ലേ? ഇതാണോ കേൾക്കാത്തെ? ഓക്കെ. സോ എന്തായാലും നല്ല കാര്യമാണ്. ഓക്കെ. ഇന്ത്യൻ എക്കോണമി റിവ്യൂ എന്ന് പറഞ്ഞ എഴുതിയത്, റിപ്പോർട്ട് ചെയ്ത അദ്ദേഹമാണ്. സോ വി അനന്ത നാഗേശ്വരൻ എന്നാണ് നമ്മുടെ സിഇഎ, കറണ്ട് ചീഫ് എക്കണോമിക് അഡ്വൈസറിന്റെ പേര്. ഓർത്തിരിക്കാട്ടോ. സോ എന്താണ് സർവേയും ഈ സർവേയും ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വിശദമായ കണക്ക്, അതാണ് വ്യത്യാസം. സർവേയും ബഡ്ജറ്റും തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെക്ടേഷൻ ആണ്. ഈ വരാൻ പോകുന്ന വർഷം ഇതാണ് സംഭവിച്ചത് എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ്, നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെക്ടേഷൻ ആണ് സർവേ. സോറി, ബഡ്ജറ്റ്. സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള ഇന്ത്യൻ എക്കോണമിയുടെ ഡെവലപ്മെന്റ്സ് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ഇന്ത്യൻ എക്കോണമിയുടെ കണ്ടീഷൻ എന്താണ് എന്ന് പറയുന്നതാണ് സർവേ. മനസ്സിലായോ? സോ നമ്മുടെ GDP എങ്ങനെയാണ്, നമ്മുടെ ഇൻഫ്ലേഷൻ എന്തായിരുന്നു ഈ വർഷം, നമ്മുടെ എംപ്ലോയ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ട്രേഡ് എങ്ങനെ, എംപ്ലോയ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സർവേയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇന്ന് എംപ്ലോയ്മെന്റിന്റെ സെക്ടർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഞാനത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. ഓർമ്മയുണ്ടോ? അത് ഞാൻ സർവേക്ക് അകത്തുനിന്ന് എടുത്തതാണ്. ഓക്കെ. സോ സർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് വരുന്നത്, ഇന്ത്യൻ എക്കോണമിയുടെ ലാസ്റ്റ് ഈ ഒരു 12 മാസത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ സർവേയിൽ പറയുന്നത്. സോ ഇപ്പോഴത്തെ കറണ്ട് എക്കണോമിക് ഔട്ട്ലുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എങ്ങനെയാണ്, ഓരോരോ GDP എങ്ങനെയാണ്, ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, എംപ്ലോയ്മെന്റ് എങ്ങനെയാണ്, ട്രേഡ് എങ്ങനെയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സർവേ എന്ന് പഠിക്കുന്നത്. സർവേ ലൈക്ക് വാസ്റ്റ് ആണ്. ഇപ്പൊ നമ്മള് ബഡ്ജറ്റ് ഹൈലൈറ്റ് ഒരു 15-16 പേജിൽ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കിട്ടുമെങ്കിൽ സർവേയുടെ ഹൈലൈറ്റ്സിന് തന്നെ മിനിമം ഒരു 40 പേജ് വേണം. അത്രയ്ക്ക് വാസ്റ്റ് ആണ്. ഇതിപ്പോ ഞാന് നമ്മളിപ്പോ ഡോക്യുമെന്റ് ചെയ്യുമ്പോ അപ്പൊ എത്രത്തോളം വരും സർവേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയുണ്ട് സർവേന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് അത്രയും വേണ്ട. ഞാൻ ആവശ്യമുള്ളത് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് നോട്ടാക്കി തരാം കേട്ടോ.
എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നോട്ടിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തരാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്യുന്നത് 51 അപ് ടു 1964 യൂണിയൻ ബഡ്ജറ്റിന്റെ കൂടെയാണ് സർവേ പ്രസന്റ് ചെയ്തിരുന്നത്. ആൻഡ് 64 ശേഷം അത് ഡീലിങ്ക് ചെയ്തു ബഡ്ജറ്റിൽ. ഓക്കെ, സോ സർവേയുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈക്ക് നമ്മുടെ എക്കോണമിയുടെ സ്റ്റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ നമ്മുടെ ഗ്ലോബൽ എക്കോണമി ഒരു 3.3% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഗ്ലോബൽ എക്കോണമിയിൽ 2023. IMF പറഞ്ഞതിനനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ലൈക്ക് കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് കമ്മിങ് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ. പക്ഷെ ദർ ഇസ് എ സ്ലോ ഡൗൺ. നമ്മൾ ഓവറോൾ മാനുഫാക്ചറിങ് എടുക്കുന്ന സമയത്ത് ഈ വർഷം ദർ ഇസ് എ സ്ലോ ഡൗൺ. സോറി സോറി, ഒരു വലിയ മിന്നൽ വന്നതാ, അങ്ങനെ ഒന്ന് പേടിച്ചതാ, സോറി. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് എല്ലാം കൺഫേം ചെയ്തോട്ടെ. എല്ലാം കൂടെ അടിച്ചു പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സോ നമ്മുടെ ഓവറോൾ ഗ്ലോബൽ മാനുഫാക്ചറിങ് എടുക്കുന്ന സമയത്ത് മാനുഫാക്ചറിങ്ങിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഡിമാൻഡ് വളരെ കുറവായിരുന്നു. പിന്നെ സപ്ലൈ ചെയിനിൽ ഉണ്ടായ ഡിസ്ട്രപ്ഷൻസ് ഒക്കെ കാരണം യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഗ്ലോബൽ സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് മാനുഫാക്ചറിങ്ങിൽ. അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് നമ്മുടെ ഈവൻ ദോ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ സർവീസ് സെക്ടർ ഹാഡ് ഷോഡ് എന്താണ് ഒരു ബെറ്റർ പെർഫോമൻസ്. കണ്ടീഷൻ ഓഫ് നമ്മുടെ ഗ്ലോബൽ എക്കോണമിയുടെ കേസാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗ്ലോബൽ സിനാരിയോയുടെ കാര്യം പറയുമ്പോഴും ഇൻഫ്ലേഷൻ റേറ്റ്സും ഓവറോൾ നമ്മൾ ഗ്ലോബലി എടുക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ റേറ്റ്സ് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് മിഡിൽ ഈസ്റ്റിന്റെ കേസിലാണെങ്കിലും നല്ല മിന്നല, അതുകൊണ്ടാണ്. സോ ഈ പറയുന്ന പോലെ ട്രേഡും കാര്യങ്ങളൊക്കെ നമ്മൾ സ്യൂസ് കനാലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ പണ്ട് പ്ലാനിൽ പഠിച്ച സമയത്ത്? സ്യൂസ് കനാലിന്റെ കാര്യം പഠിച്ച ഓർമ്മയുണ്ടോ? സോ ദർ വാസ് മിഡിൽ ഈസ്റ്റിലൊക്കെ കുറെ ട്രേഡിംഗ് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഗ്ലോബൽ എക്കോണമിയുടെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ഓൾസോ വേൾഡ് ട്രേഡ് അൺസർട്ടേണിറ്റി ഇൻഡെക്സ്, ട്രേഡ് അൺസർട്ടേണിറ്റി, കുറച്ച് ട്രേഡിംഗ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് അൺസർട്ടേണിറ്റി ഹാസ് ഇൻക്രീസ് ഫ്രം 8.5 to 13%. ഓവറോൾ നമുക്കൊരു ഈ പറയുന്ന ട്രേഡിംഗ് റൂട്ടിൽ ഉണ്ടായ ഇഷ്യൂസും ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടേണിറ്റി ഒക്കെ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് എക്കണോമിക് പോളിസീസ് കുറച്ച് ഗ്ലോബൽ കൺസേൺസ് ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ടുള്ള എക്കണോമിക് പോളിസീസിന്റെ ഇഷ്യൂസും അതുപോലെ തന്നെ ട്രേഡ് റൂട്ടിൽ ഉണ്ടായ കുറെ ഇഷ്യൂസും സൂയിസ് കനാലിന്റെ ഇഷ്യൂ ഒക്കെ ആണ് ട്രേഡ് റൂട്ടിലുണ്ടായ ഇഷ്യൂ ഒക്കെ കാരണം നമ്മുടെ ട്രേഡ് അൺസർട്ടേണിറ്റി ഇൻഡെക്സ് 8.5 നിന്നും 13 കൂടിയിട്ടുണ്ട് ഇൻ ദ ഇയർ 24. ഓക്കെ, ഇതാണ് നമ്മുടെ ഓവറോൾ ഗ്രോത്ത് എത്രയാണ്, ഗ്ലോബൽ എക്കോണമിയിലുള്ള വേൾഡ് ഗ്രോത്ത് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ കിടക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ എക്കോണമിയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. സോ ഇന്ത്യൻ എക്കോണമിയിൽ നമ്മുടെ റിയൽ GDP ഗ്രോത്ത് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ്, ചെറിയ മിന്നലൊന്നും അല്ല, അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കേട്ടേ. ഇടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടോ ഇവിടെ? നല്ല ഡോൾബി ഡിജിറ്റൽ സൗണ്ട് ആട്ടോ ഇടിയുടെ, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടെ സൗണ്ട് കൂട്ടി പറഞ്ഞാലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. സോ ഇന്ത്യയുടെ റിയൽ GDP ഗ്രോത്ത് 6.4% ആണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. GDP ഗ്രോത്ത് നമ്മുടെ ഫസ്റ്റ് അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം വെച്ചിട്ട് നമുക്കൊരു 6.4% GDP ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിമാൻഡ് സൈഡില് നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 7.3% കൂടും ഡ്യൂ ടു റൂറൽ ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്. റൂറൽ സെക്ടറിൽ ഉണ്ടാവുന്ന ഡിമാൻഡിലുള്ള ഇൻക്രീസ് കാരണം നമ്മുടെ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വിൽ ഗ്രോ ബൈ 7.3% എന്നാണ് പറയുന്നത്. ആൻഡ് അവർ ഡിമാൻഡ് സപ്ലൈ സൈഡ് ഇസ് എസ്റ്റിമേറ്റഡ് ടു ഗ്രോ ബൈ
6.4%. GVA, gross value added, നമ്മുടെ നാഷണൽ ഇൻകം പഠിച്ചപ്പോ നമ്മുടെ GVA 6.4% കൂടും എന്നാണ് പറയുന്നത്. അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു 3.8% ഗ്രോത്ത് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കണേ. അതൊക്കെ ഇങ്ങനെ ചോദിക്കും. 1, 2 ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരുവേ. There is an increase in private consumption expenditure due to increase അല്ലെങ്കിൽ റീബൗണ്ട് ഇൻ റൂറൽ ഡിമാൻഡ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ലെങ്കിൽ റീബൗണ്ട് ഇൻ urban ഡിമാൻഡ്, റീബൗണ്ട് ഇൻ ബോത്ത് urban ആൻഡ് റൂറൽ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഇങ്ങനെ തന്നെ ചോദ്യം വരും. ഈ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടില്ലേ, ഇതിനകത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഗ്രികൾച്ചർ സെക്ടറിന്റെ ഗ്രോത്ത് എത്രയാണ്? ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് എത്രയാണ്? 6.2% ആണ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത്. ആൻഡ് സർവീസ് സെക്ടറിൻ്റെത് 7.2% ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സെക്ടേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്, ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാം ഒന്നും നമ്മൾ പഠിക്കണം. ഈ ആദ്യം പറഞ്ഞ ഈ സാധനം നിങ്ങൾക്ക് പഠിച്ചുവെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ ഈ ഒരു സെക്ടറില്ലേ ഇന്ത്യൻ എക്കോണമിയുടെ, ഇതിൽ ഈ ഗ്രോത്തിന്റെ കാര്യം, ഇതില് 1, 2 സെക്ടറൽ പെർഫോമൻസ് 3, ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1, 2, 3. ഓക്കെ, ഞാൻ പറയുന്ന അത്രയെങ്കിലും പഠിക്കാം. മൊത്തം പഠിച്ചില്ലെങ്കിലും വായിച്ചില്ലെങ്കിലും. കുറച്ച് ഡ്രൈ ആണ് സർവേ വായിക്കാനായിട്ട്, അതുകൊണ്ടാണ്. നമ്മുടെ പർച്ചേസിംഗ് മാനേജ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഓർമ്മയുണ്ടോ? നാഷണൽ ഇൻകം പഠിച്ചപ്പോ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് PMI നാഷണൽ ഇൻകം എടുത്ത് നോക്കിയേ. ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ആണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിൽ ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ആൻഡ് എക്സ്പാൻഷനറി സോണിലാണ് ഉള്ളത്. പുതിയ ഒരുപാട് പർച്ചേസിംഗ് ഓർഡേഴ്സ് ഇന്ത്യക്ക് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റീറ്റെയിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5.4 നിന്നും 4.9 കുറഞ്ഞു. ഡിസംബർ 2024 ആയപ്പോഴേക്കും ഇൻഫ്ലേഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. നമ്മൾ നല്ല ഒരു എക്കോണമിയിൽ, ഹെൽത്തി എക്കോണമിയിലോട്ട് വന്നു. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയിട്ടുണ്ട്. എലക്ഷൻസിന് ശേഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്ഡ്. എക്സ്റ്റേണൽ സെക്ടറിൽ വരുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ ദ 7th largest share in export. Okay, India accounts for the 7th largest share in export. And during April to December, ഈ പറയുന്ന പോലെ നോൺ പെട്രോളിയം, നോൺ ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്സ് 9.1% കൂടി. പിന്നെ എംപ്ലോയ്മെന്റ് ട്രെൻഡ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു 6 നിന്ന് 3.2 കുറഞ്ഞു. ഇന്ത്യയുടെ ഫോർമൽ സെക്ടർ എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റസിൽ പറഞ്ഞപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതാണ് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ്. സോ ഇപ്പൊ നമ്മുടെ 25 ഫിനാൻഷ്യൽ ഇയറിന്റെ ഒരു ഇത് വെച്ചിട്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 25-26 എന്താണ് നമ്മുടെ ഗ്രോത്ത് എന്നാണ് സർവേയിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു 6 മുതൽ 6.8% വരെ ഗ്രോത്ത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് ഉണ്ടാവും. കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 26 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 6.8% വരെ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. ഈ പറയുന്ന പോലെ സ്ട്രക്ചറൽ റീഫോംസിലും ഈ ഡീറെഗുലേഷൻ ഒക്കെ വന്നിട്ട് ഇന്ത്യയുടെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് വീണ്ടും കൂടും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ,
What was the condition of our economy? നമ്മുടെ എക്കോണമിയുടെ കണ്ടീഷൻ ആൻഡ് economies getting back into fast lane because ഈ കോവിഡിന് ശേഷം our economy is revamping. So അത് and it is getting back so and it's growing so fastly എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്ന ചാപ്റ്ററിൽ. ഓക്കെ, എപ്പോഴും ഇവരിങ്ങനെ ഒരു ടാഗ് ലൈനും കൂടെ കൊടുത്തിട്ടായിരിക്കും ഇടുക കേട്ടോ എല്ലാത്തിലും. ആൻഡ് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെന്റിൽ ബാങ്ക് ക്രെഡിറ്റുകൾ കൂടിയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടുണ്ട് ബിക്കോസ് NPAs കുറഞ്ഞു, നോൺ പെർഫോമിംഗ് അസറ്റ്സ് കുറഞ്ഞു, കിട്ടാക്കടങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഓക്കെ, ക്രെഡിറ്റ് ഗ്യാപ്പ് കുറഞ്ഞു, അസറ്റ് ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നു. റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ RRBസിന്റെ ഒക്കെ ബ്രാഞ്ചസ് കൂടി, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഇത് ഓർക്കുക കേട്ടോ, 53.9 നിന്ന് 64.2 കൂടി. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് അക്കൗണ്ട്സ് കൂട്ടുക, ഫിനാൻഷ്യൽ സർവീസുകൾ അൺബാങ്ക്ഡ് അല്ലെങ്കിൽ അണ്ടർ ബാങ്ക്ഡ് ഏരിയാസിലോട്ട് കൂടുതലായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ടിക്കറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് വരുവാണെങ്കിലും നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഫണ്ട് മൊബിലൈസേഷൻ കൂടിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. IPOs, നമ്മുടെ പുതിയ പുതിയ കമ്പനീസ് ഷെയർ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് അവർ ഷെയർസ് സെല് ചെയ്യുന്ന, ആദ്യമായിട്ട് ഒരു കമ്പനി ഷെയർ മാർക്കറ്റിൽ അവരെ ഷെയർ സെല് ചെയ്യുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്. സോ IPOസിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് PSC, കേട്ടിട്ടില്ലേ? PSC അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ്. ഓക്കെ, ഇൻഷുറൻസ് സെക്ടറിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ട്? ഇൻഷുറൻസ് പ്രീമിയം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ് പെനട്രേഷൻ എന്നറിയോ? എത്രത്തോളമാണ് ഇൻഷുറൻസ് സെക്ടർ നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് പെനട്രേഷൻ കുറഞ്ഞിട്ടുണ്ട് 3% നിന്ന് 2.8%. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓവറോൾ ഇൻഷുറൻസ് പെനട്രേഷനിലും ദർ ഇസ് എ ഡിക്ലൈൻ. നോൺ ലൈഫ് ഇൻഷുറൻസ് പെനട്രേഷൻ മാത്രം 1% സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. പെൻഷൻ സെക്ടറിലും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വാല്യൂ ഇസ് ലൈക്ക് 44 ആയി. 45.9 നിന്ന് 44 ആയിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സോ ഇനി എക്സ്റ്റേണൽ സെക്ടറിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഓവറോൾ ട്രേഡ്, ഓവറോൾ എക്സ്പോർട്സ് 6% കൂടിയിട്ടുണ്ട്. അതിൽ സർവീസ് സെക്ടറിന് 11.6% ആണ് സർവീസ് സെക്ടറിന്റെ. നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് 68.2 ബില്യൺ ആണ് നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ട്, രജിസ്റ്ററിങ് എ ഗ്രോത്ത് ഓഫ് 6.9%. ഗ്ലോബൽ എക്സ്പോർട്ട് മാർക്കറ്റില് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സർവീസിന്റെ 10.2% ഓഫ് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യയാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സർവീസസിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ് ഇന്ത്യ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ് നമ്മുടെ എക്സ്പോർട്ട്, നമ്മുടെ സർവീസ് സെക്ടർ, ടോട്ടൽ ഇമ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക.
നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലോട്ട് വരുമ്പോൾ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇസ് 1.2% ഓഫ് GDP. ഫോറിൻ ഡയറക്ട് ഇൻഫ്ലോസ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുകൾ കൂടിയിട്ടുണ്ട്. ആൻഡ് ഒരു 1 ട്രില്യൺ മാർക്ക് സർപാസ് ചെയ്തു ഇന്ത്യ. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും ഇന്ത്യയുടേത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 മാസത്തേക്ക് 10 മുതൽ 11 മാസം വരെയുള്ള ഇമ്പോർട്ട്സിന് കവർ ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്. നമ്മൾ എക്കണോമിക് റീഫോംസ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. അടുത്ത 14 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ട്സിന് പേയ്മെന്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവാത്ത സ്ഥാനത്ത് നിന്നും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഹാസ് ഇംപ്രൂവ് ടു 10.9. നമ്മുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് പൊസിഷൻ, എക്സ്റ്റേണൽ ഡെപ്റ്റ് 19.4% ആണ് നമ്മുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു ഏകദേശം ഒരു ഇംപ്രൂവ് എക്സ്റ്റേണൽ ഡെപ്റ്റ് കൂടിയിട്ടൊന്നുമില്ല. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇനി ഇൻഫ്ലേഷനിലോട്ട് പോകുമ്പോൾ ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഇസ് 5.7% ആണ് ഗ്ലോബൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോർ ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞല്ലോ, കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാത്ത പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. അത് ലോവസ്റ്റ് ഇൻ ദ ഡീക്കേഡ് ആണ്. ഡൊമസ്റ്റിക് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4.9 ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് കോർ ഇൻഫ്ലേഷൻ കുറഞ്ഞത് കൊണ്ടാണ്. എന്താണ് കോർ ഇൻഫ്ലേഷൻ എന്നൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇൻഫ്ലേഷൻ എടുക്കും. ബേസിക്കലി കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാത്ത സാധനങ്ങളില്ല, അതിന്റെ മാത്രം എടുത്തിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കുന്നതിനാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫ്ലക്ച്വേഷൻസ് വരുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഫുഡ്, പെട്രോള് ഇങ്ങനെയുള്ള പ്രോഡക്ട്സിന് എപ്പോഴും പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരും. അങ്ങനെയുള്ള പ്രോഡക്ട്സിനെ എക്സംപ്റ്റ് ചെയ്തിട്ട് അല്ലാത്ത കമ്മോഡിറ്റീസ് വെച്ചിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിലാണ് ദാറ്റ് ഇസ് കോർ ഇൻഫ്ലേഷൻ. ഓക്കെ, സോ കോർ ഇൻഫ്ലേഷൻ കുറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ കുറയാൻ കാരണം കോർ ഇൻഫ്ലേഷനിലുള്ള കുറവാണ്. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. സോ എന്താണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ എനർജി പ്രൈസസ്, ഇങ്ങനെയുള്ള വോളറ്റൈൽ ആയിട്ടുള്ള ഫുഡ് പ്രൈസസും അല്ലെങ്കിൽ എനർജി പ്രൈസസും ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസ്, വോളറ്റൈൽ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് പ്രൈസ് ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമ്മോഡിറ്റീസ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കമ്മോഡിറ്റീസ് വെച്ച് നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കോൾ ഇറ്റ് ആസ് വാട്ട് കോർ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, നമ്മുടെ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഡ്യൂ ടു വെജിറ്റബിൾസും പൾസസിന്റെ ഒക്കെ ഗ്രോത്ത് കാരണമാണ് ഫുഡ് പ്രൈസ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്തത്. പിന്നെന്താണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു ടാർഗറ്റഡ് ഇതിൽ തന്നെയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 4.4 നിന്നും 4.1 ആയിട്ട് കുറയ്ക്കണമെന്നാണ്. ആൻഡ് നമ്മുടെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ 26 ആകുമ്പോഴേക്കും 4.2 കുറയും. മൺസൂൺ അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ പോളിസി ഷോക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ 4.4 നിന്നും വീണ്ടും 4.2 ഇൻഫ്ലേഷൻ കുറയും. നമ്മുടെ എക്കോണമി കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ അപ്പ് ആവും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഇന്ത്യയുടെ ഗ്രോത്ത് ഔട്ട്ലുക്കിലോട്ട് വരുമ്പോൾ ഗ്രോത്ത് റേറ്റ് 8.8% ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും ഇന്ത്യക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് വെച്ചിട്ട് പറയുന്ന സമയത്ത് ഒരു 5 ട്രില്യൺ എക്കോണമി ആവും, $5 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറും 28-ല്. ആൻഡ് ഒരു 6 ട്രില്യൺ എക്കോണമി ആയിട്ട് 2030-ൽ ഇന്ത്യ മാറും എന്നൊക്കെയാണ് നമ്മുടെ റിപ്പോർട്ട്സ് പറയുന്നത്. ആൻഡ് ലെറ്റ്സ് സീ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പബ്ലിക് സ്പെൻഡിങ്ങിൽ വി ക്യാൻ സീ എക്സ്പെക്ടേഷൻ.
നമ്മൾ ഇപ്പോഴത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8% ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ വികസിത് ഭാരതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം വി ഹാവ് നമ്മുടെ എക്കണോമിക് ആസ്പിറേഷൻസ് ഓഫ് വികസിത് ഭാരത് ഇസ് കമ്മിങ് ഓൺ. സോ അതുകൊണ്ട് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പറയുന്നത് വി ഷുഡ് ഹാവ് നമ്മുടെ ഇപ്പോഴത്തെ എക്കണോമിക് സിനാരിയോ വെച്ചിട്ട് നമ്മുടെ ഗ്രോത്ത് എങ്ങനെയാവും എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. നോട്ട് ലൈക്ക് ഇങ്ങനെ ആയിരിക്കും എന്നല്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ. സോ അതുകൊണ്ട് ദിസ് ഇസ് അവർ എക്സ്പെക്ടേഷൻ. ഇപ്പൊ ഓരോ എക്കണോമിക് വേൾഡ് എക്കണോമിക് ഫോറംസും ഇങ്ങനെയുള്ള ഒരു എക്കണോമിക് ഔട്ട്ലുക്ക് പറയും നമ്മുടെ കറന്റ് റണ്ണിങ് ഗ്രോത്ത് വെച്ചിട്ട്. മാറാം, എക്സ്പെക്ടേഷൻ അല്ലേ. ഇപ്പൊ നമ്മുടെ എക്കോണമിയുടെ സിനാരിയോ വെച്ചിട്ട് സർവേയിൽ പറയുന്നതാണ്. ഇപ്പൊ നമ്മുടെ സിനാരിയോ വെച്ചിട്ട് നമ്മളിപ്പോ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും ഒരു ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അത് മാറാറുണ്ട്. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ട് മാറാം. സോ നമ്മുടെ പബ്ലിക് സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹാസ് ഗ്രോൺ അറ്റ് എ റേറ്റ് ഓഫ് 38.8% ഗ്രോ ചെയ്തിട്ടുണ്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 24. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സർവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലൊക്കെ ചിലതിലൊക്കെ കുറെ എക്സ്ട്രാ കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിപ്പോ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇപ്പൊ തൽക്കാലം അത് നോക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇതിൽ കുറച്ച് അഡീഷണൽ നോട്ട്സും കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ തന്നേക്കാം. സമയം ഉള്ളതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് നോക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു തരാം. സർവേ കുറെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ ഓക്കെ അപ്പോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അപ്പോ എല്ലാവരും എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതുക. ആൻഡ് ഇത്രയും നാളെ ക്ലാസ്സിൽ ഇരുന്നതിന് ആൻഡ് ക്ലാസ്സസ് ഒക്കെ കേട്ടതിന് ഡൗട്ട്സ് ചോദിച്ചതിന് വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരുന്നു നിങ്ങളുടെ. അത്യാവശ്യം ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന വളരെ ബോറിംഗ് അല്ലാത്തൊരു ബാച്ച് ആയിരുന്നു. ചില ബാച്ചസ് ഒക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ബാച്ചസ് ലൈക്ക് വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഞാൻ സർവേയുടെ ബാക്കി നോട്ട്സും കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ, ഗുഡ് നൈറ്റ്.